എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആന അങ്ങനെ ചങ്ങല പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ച് ചങ്ങല പൊട്ടിച്ചു എന്താ ചെയ്യുക? അപ്പോൾ നമുക്കവിടെ സഹായിക്കാൻ ആൾക്കാരല്ലേ. പിന്നെ ഉള്ളത് കായങ്ങളുണ്ട്, പിന്നെ ജിനീഷുണ്ട്. ഇതാണ് എൻ്റെ ആകെ ധൈര്യം. മറ്റുള്ളവർ നമ്മളെ ഈ തെക്ക് വടക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലൊക്കെ നമ്മളെ പെടുത്തും. അവരൊന്നും വന്നില്ല, സഹായിക്കാൻ വന്നില്ല എന്നല്ല, എനിക്ക് കുറച്ച് സംസാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അവൻ അങ്ങോട്ട് ഇപ്പോൾ എന്താ കാണിക്കണേന്ന് നോക്കട്ടെ എന്നുള്ള ഒരു സാധനമൊക്കെ അവർ പറഞ്ഞു. ചെറിയ ആളല്ലേ ഞാൻ, ചെറിയ ചെക്കനല്ല. എല്ലാവരും ചെറിയ പിള്ളേര്. ജോക്കറും ശരത്തിനൊന്നും മീശയൊന്നും ഇല്ല, മീശയൊന്നും മുളച്ചിട്ടില്ല. കൊച്ചിറക്കനെ കുഞ്ഞിറക്കൻ ജിനീഷിൻ്റെ കൂടെ, ജോക്കർ ജിനീഷിൻ്റെ കൂടെ അവർ ടീമായിട്ടായിരുന്നു കുറച്ച് കാലം. അങ്ങനെ ചേട്ടൻ ഞങ്ങളെ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എന്താ ചെയ്യാൻ ഇനിയിപ്പോൾ? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാനെ വെടി വയ്ക്കാം, 2 നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ജിനീഷായിട്ട് ആലോചിച്ചപ്പോൾ 2ാമത്തെ ഓപ്ഷൻ എടുത്തു. ഒന്ന് നോക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ആളും 2 പുറത്തേക്കടെ ജിനീഷ് ഒന്ന് നോക്കല്ലേന്ന് വെച്ച് നോക്കി. ഒരു 11 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആനേൻ്റെ അടുത്ത് അങ്കം തുടങ്ങിയതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സായിരിക്കണം. ഈ ഒറ്റത്തറിക്ക് ആന അഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരും ഒരേ മനസ്സായിരിക്കണം. ഒരാളുടെ അടുത്തേക്ക് ആന ചാടി പോയാൽ അവിടെ നിന്ന് വിട്ടു കൊടുക്കില്ല. ഇവിടെ നിന്ന് വലത്തെ സൈഡിലുള്ള ആളെ ഇടത്തോട്ട് പോയാൽ ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ വിട്ടു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവൻ കയറി ഫയർ ചെയ്യുമ്പോൾ അവൻ ആ വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൽ അങ്ങനെ ആന മടുക്കും. ഒറ്റത്തറിക്ക് അങ്ങനെ ആന അഴിക്കുക. പിന്നെ നടക്ക ഇടയുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ആനക്കാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഒറ്റത്തറിക്ക് കെട്ടി അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആനേനെ ഒറ്റത്തറിക്ക് കെട്ടുക. അതായത് അമരത്ത് മാത്രം ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് ബാക്കി ആന ഒരു വലിയൊരു മരത്തുമ്മ 2, 3 അല്ലെങ്കിൽ 1, 2 ചങ്ങല ഇട്ടിട്ട് അമരം മാത്രം കെട്ടി ബാക്കി ഫ്രീ ആയിട്ട് നിർത്തും. അത് കഴിഞ്ഞ് ഈ ആനയുടെ ഒലിവ് സമയത്ത് അല്ല ആന അഴിയുന്നത്. ഒലിവൊക്കെ കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും തീറ്റ കൊണ്ടിട്ട് കൊടുക്കും. വെള്ളം കൊടുക്കാനുള്ള വെള്ളം അകലെന്ന് അടിച്ച് വെള്ളം കൊടുക്കും, തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് അവർ ആനക്കാരുടെ കാര്യം നോക്കി പോകും. ശരിക്കും പറഞ്ഞാൽ തറി വരെ വൃത്തിയാക്കില്ല. അങ്ങനെ നിൽക്കുക. തറിയൊക്കെ നിൽക്കണതിനനുസരിച്ച് ആന തറി കൂടണ, ഈ എരണ്ടം കൂടണതിനനുസരിച്ച് ആന അടുത്ത സ്ഥലത്തേക്ക് മാറി ആനയ്ക്ക് കിടക്കാവുന്ന നിൽക്കാവുന്ന രീതിയിൽ. അത് ഇങ്ങനത്തെ ഫ്ലാറ്റ് തറിയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കയറ്റിറക്കത്തിൽ ആനയ്ക്ക് എണീക്കാൻ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാടി എണീക്കാവുന്ന അങ്ങനെയുള്ള മണ്ണത്തിട്ടയും കാര്യങ്ങളുടെ മുകളിലൊക്കെയാണ് ആനകളൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് ഈ ഒറ്റത്തറിക്ക് അഴിച്ച് ഒലിവ് കഴിഞ്ഞു. വറ്റൊലിവും കഴിഞ്ഞ് ആനയുടെ ആ ബോധം മനസ്സിലേക്ക് തിരിച്ചു വരണ സമയം വരെ ആനക്കാർ ഒരു കാര്യത്തിനും പോലും ആനയുടെ അടുത്തേക്ക്. ആ ബോധം വന്നു കഴിഞ്ഞതിന് ശേഷം ആനയായിട്ട് ഇതാക്കി കഴിയുമ്പോൾ ആന കണ്ണയൊക്കെ ഇറങ്ങി മൂത്രമൊക്കെ ഒഴിച്ച് ആനക്കാരനെ ആന ചിലപ്പോൾ വിളിക്കും. ചിലപ്പോൾ കയറി ചെല്ലുമ്പോൾ ആന ആദ്യം ഓടിക്കുകയൊക്കെ ചെയ്യും. ആ ഓടിക്കുന്ന സമയത്ത് അന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അഴിക്കുക. എന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ച ആന അഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച തൊട്ടിട്ട് ഏകദേശം വെള്ളം കൊടുക്കൽ നിർത്തും. പിന്നെ ആനയ്ക്ക് വെള്ളം കൊടുക്കില്ല, തീറ്റയും കൊടുക്കില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേട്ടോ. പണ്ടത്തെ ഒരു ആനക്കാരൻ, എൻ്റെ ഒരു അപ്പൻ്റെയൊക്കെ ഒരു സുഹൃത്തായ ആൾ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഈ കേസ് പറഞ്ഞതാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് ആന ഇങ്ങനെ അവശതയായിട്ടായിരിക്കും നിൽക്കുക, മടുത്തിട്ടായിരിക്കും നിൽക്കുക. നിൽക്കുന്ന സമയത്ത് ആനക്കാരനോട് വലിയ ചാർജ് ചെയ്യാൻ ആന നിൽക്കില്ല. അതായത് അധികം മേടിക്കാനുള്ള ഒരു അവസ്ഥയിലാവില്ല ആന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരീരം കൊണ്ട് തളർന്നു നിൽക്കുന്ന സമയമല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇപ്പോൾ 3 നേരം നല്ല രീതിയിൽ കഴിക്കുന്ന ആൾ ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ക്ഷീണം ഉണ്ടാവും. വെള്ളം കുടിക്കാത്ത ആൾക്കാർ, വെള്ളം കുടിച്ച് നടക്കുന്ന ആൾക്കാർ വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആരോടും ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും തളർത്താണ് നമ്മളെ. അത് കഴിഞ്ഞിട്ട് 1ാമനും 2ാമനും കൂടിയിട്ട് 2 പുറത്തേക്കട. അന്ന് കോലൊന്നുമില്ല, വട്ടിക്കമ്പനാണ്. വട്ടിക്കമ്പായിട്ട് കയറി ചെന്ന് ആനേനെ ഭേദ്യം ചെയ്ത് 2 സൈഡിലേക്കും ആന 1ാമൻ ഇരിക്കുന്ന വരെ കൂടെ നിൽക്കണവന് ഒരു അക്ഷരം ഉണ്ടില്ല. 1ാമൻ ആന ഈ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കച്ചക്കയറൊക്കെ കെട്ടാനുള്ള പരിവായി കഴിഞ്ഞാൽ കച്ചക്കയർ കെട്ടി കഴിഞ്ഞിട്ട് 2ാം പാപ്പാനെ, ഇടച്ചട്ടക്കാരനെ, പണിപ്പുകാരനെ അതിൻ്റെ മുകളിലേക്കാണ് കയറ്റി വിടും. അവൻ്റെ കാലിൽ ആനേനെ അവിടെ ഇരുത്തും, ആ തറിയിൽ തന്നെ. അവൻ മുകളിൽ ഇരുന്നിട്ട് 1ാം പാപ്പ ഒരക്ഷരം പോലും മിണ്ടില്ല. അടിച്ച് അവൻ ആ കാലും ആനേനെ ഇരുത്തി കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും ആന ചട്ടായി. ഇതാണ് പണ്ട് കാലത്തെ സിസ്റ്റം എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ എൻ്റെ അറിവിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ആരെങ്കിലും അറിവുള്ളവർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താം. അപ്പം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റത്തറിക്ക് ആന അഴിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഫുള്ള് ചാർജ് ചെയ്ത് നിൽക്കണ ആനയല്ലേ, നല്ല കലിപ്പും. രാത്രി ഒരു 11 മണി 11:30 ആയിപ്പോഴും ആന ഇരിക്കാനുള്ള പ്ലാനില്ല. നിന്ന് കളിക്കുക. ആ പൊറോട്ടയൊക്കെ കൊണ്ട് തന്നു, പൊറോട്ട തിന്നു. ഞാനും ജിനീഷും ഇരുന്നിട്ടില്ല. 2 ആളും വിട്ടു കൊടുക്കാണ്ട് ആനേനെ എടുത്ത് കൈകാര്യം ചെയ്ത ആന. അപ്പത്തേക്കും നമ്മുടെ കുട്ടൻചേട്ടൻ
പട്ടത്താന കുട്ടൻചാട്ടൻ വന്നു. അന്ന് ക്യാച്ചർ അടിക്കുകയും മറ്റുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആനകളൊക്കെ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുന്നത് അദ്ദേഹമാണ്. മറ്റേ കുഞ്ഞുലക്ഷ്മി ആനയുടെ കൂടെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പട്ടത്താന കുട്ടൻചാട്ടൻ ഇപ്പോഴത്തെ പട്ടത്താനം കേശവനാനയുടെ ഓണറായ കുട്ടൻചാട്ടൻ. ചേട്ടനൊക്കെ ക്യാച്ചർ ബെൽറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം ആന ബാക്കിലെ തെങ്ങിൻ്റെ ഒരു കുറ്റി, അത് എൻ്റെ ഒരു ഭാഗ്യം നോക്കണം, ആ തെങ്ങിൻ്റെ കുറ്റി പകുതി വരെ ആന ഇടിച്ച് കളഞ്ഞു. ബാക്കി ഈ ഒരു കഷ്ണത്തെമ്മയാണ് ഈ ആന നിൽക്കണേ. ഒരു തൈ വിട്ടാൽ അത് പോയി. ഇപ്പോൾ അത് അറിയണത് ഇപ്പോൾ ജോക്കർ ജിനീഷ് മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. പിന്നെ ഉള്ളത് ശരത്താണ്. ശരത്തിന് കാര്യങ്ങൾ അറിയാലോ. അത് ഞങ്ങൾ ആന തട്ടി ഇരുത്തി 2 സൈഡ് ഇരുത്തി കടത്തി ഒക്കെ ചെയ്തു. അത് ജിനീഷിൻ്റെ കഴിവും കൂടിയും എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവനും കൂടി എന്നെ സഹായിച്ചുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ അവിടെ തോക്കാട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തോറ്റുപോയേനെ. അന്ന് ഞാൻ മനസ്സിലാക്കി ഒരു കൂടെ നിൽക്കണ ഒരാളുടെ ഒരു ബലം. നമ്മുടെ കൂടെ ഒരാൾ കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ ഏതൊരാനയും അഴിച്ചിടാൻ പറ്റും. അല്ലാണ്ട് എല്ലാവർക്കും പറയാൻ പറ്റും, എനിക്ക് നീ ഇല്ലെങ്കിൽ ഒരാൾ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇത് കൊണ്ടുനടക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. പറ്റുമായിരിക്കും. ചില സാധുവായ ആനകളെയൊക്കെ ചിലപ്പോൾ കൊണ്ടുനടക്കാൻ പറ്റുമായിരിക്കും. നല്ല അത്യാവശ്യം കയ്യിലിരിപ്പുള്ള ഒരു ആനയാണെങ്കിൽ കൂടെ നിൽക്കണ പിള്ളേർ, തീറ്റ പറ്റുന്ന പിള്ളേരും ആനകത്ത് കൈകാര്യം ചെയ്യണ പിള്ളേരാണെങ്കിലും അവരില്ലാതെ ഓരോ ഒന്നാമ്മമാരും ഇന്ന് വരെ ആനക്കാരായിട്ടില്ല. അപ്പം അവരെയും കൂടി കുറച്ച് ബഹുമാനിക്കാനൊക്കെ പഠിക്കുക നമ്മുടെ ആൾക്കാർ. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ നല്ല പണി എടുക്കണ പിള്ളേരെ, അല്ലെങ്കിൽ ആനയുടെ കാര്യങ്ങൾ നമ്മൾ ഒരു ആനനെ ഏൽപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യണ പിള്ളേരെയാണെന്ന് എനിക്ക് താല്പര്യം. എനിക്കിവിടെ വന്നു. പിന്നെ ഒരു പൂരപ്പറമ്പിൽ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ 24 മണിക്കൂർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ, ആ പൈസ ചുമ്മാ ഇതിലും കൊണ്ടൊന്ന് നശിപ്പിച്ച് കളയാനാണോ? അന്നത്തെ ഒരു ദിവസം മേടിച്ചു, ഒരു 5000 രൂപ ബാറ്റക്കാശ് കിട്ടി. അത് രാവിലത്തെ കുറച്ച് ഫുഡ് മേടിച്ചു, ഉച്ചയ്ക്കത്തെ കുറച്ച് മേടിച്ചു, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല ബാക്കി. ആ കാശ് അവിടെ തീർന്നു. അടുത്ത പൂരപ്പറമ്പിലേക്ക് പോകാം. നമ്മുടെ ജീവൻ പണയം വെച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും 10 രൂപ നമുക്ക് ഉണ്ടാക്കി വയ്ക്കണം. ഞാൻ അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ആളാണ്. നമ്മൾ ഈ പണി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്ന് ചെയ്തതല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? ഇതിൽ നിന്ന് കിട്ടുന്നത് എന്തെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലീനെ പോയിട്ട് മറ്റവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പറ്റുമോ? അപ്പം നമ്മൾ പണിയെടുത്ത് തന്നെ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ആന അഴിച്ചു. ഞാൻ ഈ പറയണതൊക്കെ എന്താണെന്നറിയോ? ഇനിയെങ്കിലും കുറച്ചും കൂടി നമ്മുടെ വീഡിയോ, അപ്പം ആനക്കാർ കുറച്ച് പിള്ളേരുകളൊക്കെ എൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ വേണ്ടി എൻ്റെ മക്കളെ നമ്മൾ 10 രൂപ 24 മണിക്കൂർ നമുക്ക് ഉറക്കളത്ത് കിട്ടുന്ന പൈസ നമ്മൾ ചുമ്മാ അനാവത്തായിട്ട് നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി ആ കാശൊക്കെ അക്കൗണ്ടിലേക്ക് ആക്കി വെക്കും. നാളെ മേലാക്കി ആ പൈസ മാത്രമേ നിങ്ങൾക്ക് കൂട്ടുണ്ടാവുള്ളൂ. ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് പറയുക, പൈസ ഉണ്ടെങ്കിൽ വിലയുണ്ട്, അല്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല. അത് ചിന്തിച്ചാൽ മതി. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ആത്മാർത്ഥത കാണിക്കുക. എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിക്കോട്ടെ, നിങ്ങൾ ഒന്നിച്ച് പണിയെടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മനസ്സായിട്ട് നിൽക്കണം. അവനെ വിട്ടു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്നെ വിട്ടുതരാൻ അവനും സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ നിന്ന് നോക്കി നമുക്കൊരു അപകടവും പറ്റില്ല. പിന്നെ ആനകളെ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യണം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ബാക്കി പറയാം. ആന അവിടെ നിന്ന് ഇരുത്തി അഴിച്ച്. അപ്പോൾ കുട്ടൻചാട്ടനൊക്കെ ബെൽറ്റ് അടിക്കാന്ന് പറയുമ്പോൾ കുട്ടൻചാട്ടൻ ഇത്ര നേരം ഈ പിള്ളേർ കഷ്ടപ്പെട്ടല്ലേ കിടന്നിട്ട്, അവരത് എന്തിട്ടാ ചെയ്യണമെന്ന് നോക്കിയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കുട്ടൻചാട്ടൻ ഒന്നും ചെയ്തില്ല. ആളവിടെ വെറുതെ ഇങ്ങനെ അവിടെ ക്യാച്ചർ ബെൽറ്റൊക്കെ വെച്ചിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ഞങ്ങൾ ആന ഇരുത്തിക്ക് കെടുത്തി. അത് ഞാൻ കയറി ചെന്ന് പിടിച്ചു. ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കൈയിടാൻ പറഞ്ഞ് കെട്ടി. അവിടെ നിന്ന് ബന്ധോസൊക്കെ ചെയ്ത് അപ്പുറത്തെ ഒരു തറിയിലേക്ക് മാറ്റി കെട്ടിയിട്ടും അങ്ങോട്ട് രാവിലെ നോക്കുമ്പോൾ പിന്നെ നിന്ന് പെയ്യാൻ അത്തമ്മാതിരി ഒലിച്ചുകൊണ്ടിരിക്കുക. അത്ര ആരോഗ്യമാണ് എനിക്ക്. അവിടെ നിന്ന് പിന്നെ ഒരു 10-15 ദിവസം കൂടി നിർത്തി. നല്ല ഒലിവ് പറഞ്ഞപ്പോൾ ഒലിവൊക്കെ ഏകദേശമൊക്കെ ഒറ്റൊലിവ് കഴിഞ്ഞ് പിന്നെ ഞാൻ മെല്ലെ കയറി ചെന്നു. എന്നോട് പിന്നെ എനിക്ക് ശല്യമില്ല. ഞാൻ പിന്നെ ആനയെ വിട്ടു പോകണില്ലല്ലോ. ആന ഇരുത്തി കിടത്തി. പിന്നെ കഴുക്ക് കാര്യങ്ങളൊക്കെ ആയി. അഴിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് കഴുകാൻ കൊണ്ടുപോയതാ. അവിടെ തെറ്റിയിട്ട് ഒരു 1-2 മണിക്കൂർ എടുത്തിട്ടാണ് ആനയെ പിടിച്ചത്. ഇതിനെ വാറാക്കാൻ പറ്റില്ല. അതായത് ഇതിനെ അഴിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കെട്ടി വാറാക്കിയതിന് ശേഷം വേണം ഇതിനോട് ഇരിക്കാൻ പറയാൻ. അല്ലാണ്ട് വാറാക്കാണ്ട് ഇരിക്കാൻ പറഞ്ഞത് അപ്പം തെറ്റും. അത് പ്ലാസ്റ്റിക് കയറിന് വാറാക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ആന അപ്പം ആ പ്ലാസ്റ്റിക് കയറ് വലിച്ചു പൊട്ടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കിതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം തെറ്റി. അവിടെ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു പ്രകാരത്തിൽ പിടിച്ച് ഇങ്ങനെയൊക്കെയോ ഇരുത്തി പിടിച്ച് കഴുകി. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അഴിച്ച് അങ്ങോട്ട് അപ്പുറത്തെ റബ്ബർ പറമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അമരം കൊളുത്തി നിർത്തിയിട്ട് ഞങ്ങൾ മറ്റേ മേച്ചങ്ങല അങ്ങനെ നീളത്തി കിടക്കണ്ടായിരുന്നു. അമരം കൊളുത്തി നിർത്തിയിട്ടുണ്ട്. അതിൽ അപ്പം ജിനീഷ് ഇല്ല, ശരത്ത് എൻ്റെ കൂടെ. ഞാൻ ആനയെ അഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ശരത്ത് അങ്ങോട്ട് വന്നു എൻ്റെ കൂടെ പുറകെ. അവിടെ ചെന്ന് ഇതിനോട് വാറാക്കാണ്ട് ഇരിക്കാൻ പറയും. എനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ അത്. ഞാൻ 2 തലപ്പൊക്കെ എടുത്തിട്ട് ചെന്ന് ഇരിക്കാൻ പറഞ്ഞാൽ എന്നെ ഓർമ്മയുള്ളൂ.
ഇവിടെ തിരിഞ്ഞിങ്ങോട്ട് വന്നിങ്ങോട്ട് ഓടി. ഞാൻ എല്ലാത്തിനെയും റബ്ബർ പറമ്പിന്റെ ഉള്ളിലാണ് നിൽക്കണേ. പെട്ടു വീണ്ടും. അപ്പോഴേക്കും മുതലാളി അവിടെ നിന്നിട്ട് മന പോലത്തെ ഒരു വീട് അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടു. അവിടെ നിന്ന് മെയ്ച്ചങ്ങല അങ്ങനെ നീളത്തിൽ കിടക്കണത്. ഞാൻ അങ്ങനെ ബാഗിൽ വാലുമ പിടിച്ച് നിൽക്കുന്നുണ്ട്. ശരത്ത് ഇപ്പുറ സൈഡിൽ നിൽക്കുന്നുണ്ട്. മെയ്ച്ചങ്ങല ഇട കൂട്ടിയിട്ടുണ്ടായിരുന്നു, മാമരം കൊളുത്തിയിട്ടുണ്ടായിരുന്നു. മെയ്ച്ചങ്ങലയുടെ ഉള്ളിലേക്ക് ആ മറ്റേ ചങ്ങല എടുത്ത് ഇട്ടു ശരത്ത്. അത് കഴിഞ്ഞ് ഞാൻ ആ ചങ്ങലേമ്മ കുറേ നേരം ചവിട്ടി പിടിച്ച് നിന്നു. അപ്പോൾ ഞാൻ ആ വലത്തെ സൈഡിൽ നിന്ന് 2 അടി കൊടുത്തപ്പോൾ ആ ചങ്ങലേമ്മേന്ന് ചവിട്ട് വിട്ടിട്ട് എനിക്കൊരു സ്വഭാവം ഉണ്ട്. ആന തെറ്റി കഴിഞ്ഞാൽ ചങ്ങല എല്ലാം കൂടെ വാരി മുമ്പിൽ വെച്ചിട്ട് അതുമ്പോൾ കയറി നിൽക്കും. പിന്നെ നമ്മൾ എങ്ങനെ എടുത്ത് ഇതിനെ കൊളത്തും. ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമാനാ. അങ്ങനെ അവിടെ നിന്ന് പുള്ളീനെ പിടിച്ച് ഞങ്ങൾ കെട്ടി. ഒരു പ്രകാരത്തിലൊക്കെ ശരത്ത് വന്ന് സഹായിച്ചു, നല്ലോണം സഹായിച്ചു. കെട്ടി ഇരിക്കാൻ പറഞ്ഞു, ഇരുത്തി കെട്ടി പൊടിയൊക്കെ തട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നിന്ന് അഴിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പറമ്പിലേക്ക് എത്തി തറി കയറുമ്പോൾ അവിടെ പിന്നെയും തെറ്റി. ആള് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടിക്കണില്ലേ, പക്ഷെ ആൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കാറ്റടിച്ച പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു സാധനം അത്. ഈ കാറ്റടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല കാറ്റ് ഊതിയാലും ചില കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് അനങ്ങും. അതുപോലെ ഇങ്ങനെ നിൽക്കും ആള്. എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണെന്നുള്ള രീതി. എന്നെ കുറേ അധികം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ആന. ആരുമില്ല കൂടാൻ. അങ്ങനെ അവിടെ നിന്ന് പിടിച്ചു ആനയെ കെട്ടി. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു ബിജു അണ്ണൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ, ബിജു അണ്ണൻ ബൈജു അണ്ണൻ, പുള്ളി പറഞ്ഞ് പ്രശാന്തൻ്റെ ഈ ചക്കനെ കൊണ്ട് ഇത് നടക്കും തോന്നള്ള കേട്ടോ. ഞാൻ കേൾക്കണത് പറയണത് ഇവനെ കൊണ്ട് ഇത് നടക്കുന്നു തോന്നള്ള. കാരണം ആന എപ്പോഴും തെറ്റല്ലേ. അങ്ങനെ ഒരു ചരിത്രത്തിൽ അവിടെ ഇല്ല. എൻ്റെ ഇന്നാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് തെറ്റണത്. അങ്ങനെ ചേട്ടാ എനിക്കൊരാളെയും കൂടി വേണം, എൻ്റെ കാര്യങ്ങൾ അപ്പുറത്തെ ഒരാളില്ലാത്തതാണ് പ്രശ്നം. ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പറ്റിയ ആളെ വിളിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ അങ്ങോട്ട് കയറ്റി വിട്ടത് മണിയാണ്ട ചേട്ടൻ തന്നെയാണ്. നമ്മുടെ ഷാരോൺ, ചേർത്തല ഷാരോണെ കയറ്റി വിട്ടു. ഷാരോൺ വന്നു, ആന കെട്ടി കൊടുത്തു, അഴിച്ചോളാൻ പറഞ്ഞു. നടക്കടയും കൂട്ടി ആറാക്കി കെട്ടി കൊടുത്തു, 10 കൊടുത്ത് ഇരുത്തി. അതിൻ്റെ പിറ്റേ ദിവസം കൊല്ലത്ത് പട്ടത്താനത്ത് ഗജമേള. ആനയും കൊണ്ട് പോണം അങ്ങോട്ട്. ചേട്ടൻ പറഞ്ഞ് പരിപാടി ഉണ്ട് പോണോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പട്ടത്താങ്ങാനൊക്കെ പോകും. ഞാനപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആന അഴിച്ച് അങ്ങനെ ചങ്ങല അത് കേക്കി. ആന പിന്നെ എന്നോട് വലിയ അംഗത്തനം ഇല്ലാത്ത പോലെ എനിക്ക് ആദ്യം ഇതിൻ്റെ ടെക്നിക്ക് കുറേശ്ശെ പിടി കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അതിനനുസരിച്ച് നടന്നു. ഒരു ചെറിയൊരു ഇടയാടൊക്കെ വെച്ച് വലിയ ശല്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ പട്ടയൊക്കെ താങ്ങാൻ പോവും. അവിടെ ചെന്ന ആൾ തെറ്റും, ഞാൻ തരികിടയിൽ പിടിച്ച് കെട്ടും, എന്നിട്ട് കൊണ്ടുവരും. എന്നിട്ട് തലേൻ്റെ തലേ ദിവസം തെറ്റിയ ആന കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം പരിപാടിക്ക് പോവുക. എന്തും വരട്ടെ വന്നത് എന്നോടത്ത് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് പരിപാടിക്ക്. അപ്പം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഴിച്ച് കുറച്ച് അങ്ങോട്ട് ദൂരം നടന്ന് കഴിയുമ്പോൾ മെയിൻ റോഡ് എത്തണം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വണ്ടി വന്നു, ഒരു ഐഷറിൻ്റെ ഒരു വണ്ടി വന്നു, കൂടുവണ്ടി. അതിൽ കയറ്റി. കൊല്ലം ഭാഗത്തെ വണ്ടികളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഐഷർ അങ്ങനെയുള്ള മസ്ത ഇതൊക്കെയാണ് അവിടുത്തെ വണ്ടികൾ. അതിലൊരു ആന നിൽക്കും. വരണാണ്ട് ആന മാത്രമുള്ള ഒരു കുഞ്ഞ് തീപിടി കമ്പിൻ്റെ ഉള്ളിലൊരു വലിയൊരു ആന. അങ്ങനെ അവിടെ ഗജമേളയ്ക്ക് ചെന്നു. അവിടെ കൊണ്ടുപോയി നിർത്തി. ഞാൻ കൊണ്ടുവന്ന് നിർത്തി. അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. അപ്പം അവിടുത്തെ വലിയ ആന മറ്റേ പുത്തൻകുളത്ത് തന്നെ ഉണ്ടായിരുന്ന ചെരിഞ്ഞ് പോയൊരു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൊമ്പ് കനുള്ള ഒരു ആന ഉണ്ടായിരുന്നു. ആ ആനയ്ക്ക് മറ്റേ ഇസ്മയിൽ ഷാജി എന്ന് പറഞ്ഞ ആനക്കാരനല്ലേ, ഷാജി ആയിരുന്നു അതിൻ്റെ ആനക്കാരനായിരുന്നു. അങ്ങനെ കുട്ടൻചേട്ടനെ അപ്പം ഇങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ വെളുപ്പാങ്കാലത്തെ ചെല്ലണം. തലേ ദിവസം അവിടെ വെളുപ്പിനെത്തി ഞങ്ങൾ. അപ്പം ആന ആകെ മുഷിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതാകെ മുഷിഞ്ഞ് നിൽക്കാനുള്ള ഒന്ന് കഴുകും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. ചേട്ടാ കഴുകാന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ്റെ ആന നിൽക്കുന്ന പറമ്പിലേക്ക് ഞങ്ങൾ ഈ കേശവനാന നിൽക്കുന്ന പറമ്പിലേക്ക് കൊണ്ട് ചെല്ലണം. അവിടെ ചെന്ന് തറിയിലേക്ക് കയറി നിന്നു. ആന എനിക്കറിയാം, തറിയിൽ കയറി ആന അപ്പം തെറ്റും തെറ്റും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഷാരോനോട് ഇങ്ങനെ പറഞ്ഞു അവിടെ ചെല്ലണ വഴി അമരം കൊളുത്തിക്കോളൂ, വാറ് ഞാൻ കൊളുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന വഴി തന്നെ ഇപ്പം അമരം കൊളുത്തിയ വഴി തന്നെ ഞാൻ മേയ്ച്ചങ്ങല തട്ടിയിട്ട് നേരെ നടയമ ആദ്യം കൊളുത്തി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ തല അഴിച്ചത്. അത് കുളത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് മനസ്സിലായി ഞാൻ പെട്ടു. ഇവർ എന്നെ പെടുത്തി. അപ്പോൾ എനിക്ക് ഏകദേശം ആനയുടെ ടെക്നിക്ക് അപ്പോൾ എനിക്ക് പിടി കിട്ടി. ഇത് ഇന്ന പോലെ കാര്യങ്ങളൊന്നും എനിക്ക് പിടി കിട്ടി. വാറാക്കണ്ട ആളെ ഇരുത്തിയ ആൾ അപ്പം തെറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് വൃത്തിക്കൊന്ന് ഞങ്ങൾ കഴുകി നല്ല വൃത്തിയായിട്ട് അവന് ഞാനും കൂടി കഴുകി മണ്ണൊക്കെ ഇറക്കി സെറ്റപ്പാക്കി അങ്ങനെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് സ്ഥലത്തിലേക്ക് കയറ്റി മത്സരിച്ചു. നല്ല മത്സരം. ആന മത്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുകൾ മത്സരിക്കണ പോലെ കേട്ടോ. ഞാനൊക്കെ എൻ്റെ പ്രായത്തിൽ ഞാനും ചെയ്തിരുന്നു ഇതൊക്കെ. അമ്മാതിരി മത്സരമാണ് ആനേനെ കൊണ്ട്. ഷർണായിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുന്നാൾ മുതിരി ഇങ്ങനെ ഒരു നിപ്പാണ് നിന്നാലേ ആന എനിക്ക് നിലവ് നിന്ന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര സെറ്റപ്പായിരുന്നു ഞാൻ ആനയായിട്ട്. ലാസ്റ്റൊക്കെ ആയിപ്പോഴത്തേക്ക് കൂട്ടാ. അതിന് മുന്നേ കുറേ കാര്യങ്ങളുണ്ട്.
അവിടുന്ന് ഈ ആ ആനയ്ക്ക് ഗജരാജ പട്ടം കിട്ടണത് ഗജകേസരി പട്ടം കിട്ടണത് ആ ആനയ്ക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് മത്സരിച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനയ്ക്കായി. അത് കഴിഞ്ഞ് ആ ആനയ്ക്ക് നമ്മുടെ ആനയ്ക്ക് ഗജകേസരി പട്ടം കിട്ടി. ഈ സദസ്സിന്റെ ഉള്ളിൽ കൂടെ ഇത്രയും ജനങ്ങളുടെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് അന്ന് സുരേഷ് ഗോപി സാറാണ് ഈ മറ്റേ ആ ഒരു കൈത്തിലിടേണ്ട മെയിൻ ബോർഡ് തന്നത്. സ്റ്റേജിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവർ ഇടിയിച്ചു. ആനങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നു. ആരോടും ഞാനും പേടിച്ചിട്ട് എന്നിട്ടാന്നറിയില്ലല്ലോ ഇത് ഫസ്റ്റ് പരിപാടി. അത് കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം അതിന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് പരിപാടി ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ആനയെ കൊണ്ട് പോയി. അവിടെ കൊണ്ട് കെട്ടി പരിപാടിക്ക് അഴിച്ച് തലയെക്കെട്ട് അങ്ങോട്ട് കെട്ടിയപ്പോൾ തൊട്ടിട്ട് ആന പരിപാടി കണ്ട് തുടങ്ങി. ആന ഒരു റിലേ ഇല്ല. ആന ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ഫ്രണ്ടിക്കടെ നടന്നു കൊണ്ടു. അന്ന് അവിടെ കുറേ ആനകളുണ്ട്, 10-30 ആനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്ഥലം ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ബീഹാർ ബാബുചാറിൻ്റെ ആന അന്ന് ഈ ആന നമ്മുടെ ചമ്പക്കര ശ്രീരാമൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. അതായിരുന്നു ബീഹാർ ബാബുചാട്ടൻ എന്ന് പറഞ്ഞ ആനക്കാരൻ. ഭയങ്കര സമർത്ഥനായ ആനക്കാരൻ. അദ്ദേഹം കയറിക്കൊണ്ടിരിക്കുന്ന ഈ ആനയാണ്. ആളുടെ ആന അങ്ങോട്ട് ഫ്രണ്ടിൽ അങ്ങോട്ട് പോയി ഒരു 3-4 ഇരണ്ട അങ്ങോട്ട് ഇട്ടായിരുന്നു. നമ്മുടെ ചക്ക ബാഗിലൊരു ഇടയാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവല്ലേ. ഞാൻ ആലിസും പിടിച്ചിട്ട് ഷാരോൺ അപ്പുറത്ത് ആലിസും വേണ്ടി ഞങ്ങളിങ്ങനെ പോവുക. ആ പോണതിൻ്റെ ഇടയിൽ ഒരു 3 ഇരണ്ട അങ്ങോട്ട് കിടന്ന് കൂട്ടി ഇങ്ങോട്ട് വായിലേക്ക് വെച്ചെടുത്ത് തിന്നാന. അത് ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷാരോ മെല്ലെ ബാഗിലേക്ക് ഇറങ്ങി നിന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ബാഗിലേക്ക് ഇറങ്ങി നിന്നോ. ഞാൻ എന്തായാലും ഞാൻ പെട്ടു, ഇത് തീരുമാനമായിട്ടുണ്ട് ഏകദേശം. എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ച് ആലിസമ്മ പടവാനെന്ന് പറഞ്ഞ് ഇങ്ങനെ ആല് വലിച്ച് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും. കാരണം ഈ ആനേനെ എത്രയൊക്കെ നമ്മൾ പരിപാലിച്ചിട്ടും അത്രയധികം ഫ്രീഡം കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ആന നമ്മളെ ഇട്ടിട്ട് ഇങ്ങനെ സദസ്സിൽ കയറി വരുമ്പോൾ അപമാനിക്കല്ലേ. എൻ്റെ ഈഗോ അങ്ങോട്ട് അടിച്ചു. ഷാരാനോട് ഇങ്ങോട്ട് ബാഗിലേക്ക് ഇറങ്ങിയെന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആന വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ കുട്ടൻചേട്ടന് കാര്യം മനസ്സിലായി. കുട്ടൻചേട്ടൻ അപ്പം തന്നെ എൻ്റെ ബാഗിലേക്ക് വന്നു. കുട്ടൻചേട്ടനൊക്കെ വീഡിയോ കണ്ടാവുമല്ലോ. കുട്ടൻചേട്ടൻ ബാഗിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം. ബാഗിൽ കുട്ടൻ ഉണ്ടില്ല, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 3 എണ്ണം നല്ല കാനത്തിന് പുള്ളിക്കാണ്ട് കൂട്ടത്. പുള്ളി വിചാരിച്ചില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് അങ്ങോട്ട് ഇനി എന്ത് വന്നാലും വേണ്ടിയില്ലേ, പോവുകയാണെങ്കിൽ ഇവിടുന്ന് പോകണം. ആ ഒരു മൈൻഡ് തന്നെ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തു. ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് നിർത്തി. അടി നല്ല കിണ്ണന അടിയെ കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും മനസ്സുകൊണ്ട് അത്രയും അങ്ങോട്ട് ഇറിറ്റേഷനും കൂടി നിൽക്കണല്ലേ. 3 എണ്ണം കിട്ടി ആന കൈ കെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി വിഷയമില്ല. ആന അവിടെ വയ്യാനെന്ന് പറഞ്ഞാൽ ആന വീണ്ടും കൈ കെട്ടുക. അവിടെ വയ്യാനെന്ന് പറഞ്ഞ ആനയുടെ അടുത്ത് ബലമായിട്ട് പിടിച്ചിട്ട് അവിടെ വയ്യാനെന്ന് പറഞ്ഞ് പിടിച്ചു. ആന കൈ അഴിക്കണില്ല. ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കയറി നിന്ന് ആ ഇടയാണ് തട്ടിയിട്ട് ഷാരോടെ അടുത്ത് പറഞ്ഞ് ഇട കൂട്ടറാന്ന് പറഞ്ഞ് ഇട കൂട്ടി തോട്ടിപ്പടിയായിട്ട് കയറി ഫ്രണ്ടിൽ കയറി നിന്നു. ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ഇനി നിലവ് വെക്കാനായിട്ട് ഇങ്ങനെ കാണിച്ച വഴി ആന അങ്ങനെ ഒരു നിലവ് വന്നു. ആ നിലവ് അന്ന് തൊട്ടിട്ട് ഞാൻ ആനയിൽ നിന്ന് പോരണ ഒരാ ഒറ്റ നിലവാണ്. അവിടെ നിന്ന് ഞങ്ങൾ ആ പരിപാടിയൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ധൈര്യമായി. ഇതിനെ കയറി അങ്ങോട്ട് ഫയർ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം വന്നപ്പോൾ സുനിച്ചേട്ടനൊക്കെ വന്ന സമയത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആനേനെ അങ്ങനെ അഴിക്കാനേ പറ്റൂ. കാരണം ഭയങ്കരമായിട്ട് ഭേദി മേടിക്കുന്ന ആന പെട്ടെന്നൊന്നും ഇരുന്ന് പറ്റില്ല, നല്ല ഇടി മേടിക്കും. അന്ന് കാവിത്തോണി ചുറ്റി വന്ന 2 ആനകളുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ചെരിഞ്ഞു പോയ വിഷ്ണു ശങ്കറാന, അതുപോലെ തന്നെ കാവിത്തോണിയൊക്കെ ചിറ്റിട്ട പൂരപ്പറമ്പിൽ വരിക, പറപ്പകാവ് പൂരത്തിൽ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കേണ്ടത് സുനിച്ചേട്ടൻ ഈ ആനയും കൊണ്ട് വരുമ്പോഴൊക്കെ. അന്ന് ആ വിഷ്ണു ശങ്കറാനിക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ ഭൈരവൻ ഷിജു എന്ന് പറഞ്ഞ അടിമാലിക്കാരൻ. പിന്നെ ഈ ആനയ്ക്ക് സുനിച്ചേട്ടനും മറ്റേ മനു. ഇതിനങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അത് 2ാം കൊല്ലം ബൈജുചേട്ടനെ കൊണ്ടുവരുമ്പോൾ ഇത് തന്നെ അവസ്ഥയായിരുന്നു. പക്ഷേ 3ാം കൊല്ലം ഞങ്ങൾ ആനയെ തട്ടിയെങ്കിലും ഞങ്ങൾ അഴിച്ച് പിന്നെ പൂരത്തിന് വരില്ല. തട്ടിയപ്പോൾ നല്ല മുറിവുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഉണങ്ങി കിട്ടാനുള്ള ഒരു സാവകാശം കിട്ടിയായിരുന്നു. 1 മാസത്തോളം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഞാൻ മരുന്നെ പുറത്തേക്ക്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയായിരുന്നു. അങ്ങനെ പരിപാടികൾ അവിടെ കൊല്ലം ഭാഗത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ തൃശ്ശൂർക്ക് കയറി വന്നു. തൃശ്ശൂർ ഇനി പരിപാടി തൃശ്ശൂരാന്ന് പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർക്ക് വന്ന് ചാടി. അത് ചാടി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന പരിപാടികളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പം ഷാരോൺ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ പരിന്ത് വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ പരിന്ത് അവനായിരുന്നു എൻ്റെ കൂടെ കുറച്ച് നാൾ. അപ്പോൾ നമ്മുടെ കൂറ്റനാട് ജയേട്ടന് ഒരു 50 പരിപാടിക്ക് ജയേട്ടന് ആന പാട്ടാണ് അന്ന്. അത് ആന അഴിച്ചിട്ട് ഞങ്ങളില്ല കാണിപ്പയ്യൂർ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അപ്പോൾ എസ്എംപുരം വന്ന് ചാടിയുണ്ടായിരുന്നു എൻ്റെ കയ്യിലേക്ക്. എസ്എംപുരം അന്ന് കുറ്റിക്കോടൻ്റെ കൂടെ ആയിരുന്നു. ചീരോത്താനിക്ക് ഞാൻ പോകുമ്പോൾ എസ്എംപുരത്തിന് അവിടെ ഏൽപ്പിച്ചിട്ടല്ലേ പോയായിരുന്നു. അങ്ങനെ എസ്എംപുരം വീണ്ടും വന്നു. അവനും ഉണ്ട് കൂടെ, പരുന്തും ഉണ്ട്, ഞാനും ഉണ്ട്. കാണിപ്പയ്യൂർ കുരിശിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു KSEBിയുടെ ഒരു ഇതുണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ ഒരു പാടത്തൊരു അമ്പലമുണ്ട്. അവിടെ പരിപാടി
അപ്പൊ ഞങ്ങള് തലേദിവസത്തെ പരിപാടി കഴിഞ്ഞ് പകല് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞ് ഇനിയിപ്പോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ 6 മണിക്ക് പരിപാടി കഴിഞ്ഞപ്പോ എന്നെ വണ്ടി വരും, കയറി പോകാൻ വേറെ സ്ഥലത്ത് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല കുളം. അപ്പൊ ഞാൻ പരുന്നിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ അന്ന് ഈ അപ്പുറത്ത് ഇപ്പുറത്ത് 2 തോട്ടി, 2 ആൾ അപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുള്ളൂ. ഏതായാലും എനിക്ക് അതാ ഇഷ്ടം. പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത്ര ഇതുള്ള ആൾക്കാരുണ്ടെങ്കിൽ 2 ആൾ കൈകാര്യം ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് അതാണ് നമ്മുടെ സിസ്റ്റം. അത് കഴിഞ്ഞാൽ അവിടുന്ന് പരുന്ത് ആന എഴുന്നള്ളിച്ച് നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ വെളുപ്പാങ്കാലം 5 മണി വരെ ഞാൻ ആന എഴുന്നള്ളിച്ചോണ്ട് വന്നാ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ അവിടെ എഴുന്നള്ളിച്ചിരുന്നോ, കുഴപ്പമൊന്നുമില്ല. എഴുന്നള്ളിച്ചിട്ട് തിരിച്ച് ആനയെ കൊണ്ട് പോക്കാം. അവിടെ കൊണ്ട് ചെന്നത്ത കമ്മിറ്റി സ്ഥലം എത്തണേക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് എത്താം. ഞാനും ചെറുതും കൂടിയിട്ട് അപ്പൊ കുളത്തിൽ കുളി കഴിഞ്ഞിട്ട് വരാം. അപ്പൊ എന്നിട്ട് അവിടെ ആന പരിപാടി കഴിയുമ്പോഴത്തേക്കും നിനക്ക് വന്ന് കുളിക്കാം. പിന്നെ വണ്ടി വന്ന് കയറി പോവല്ലേ വേണ്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങള് കൂത്താട്ടുള്ള സാബുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ 4 ആളാ 5 ആളെ കണ്ടിട്ടുണ്ട്. സാബുണ്ട്. അവിടുന്ന് സാബുവിനെയും മറ്റേ പരുന്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചെറുത് ദശംബരം കൂടിയിട്ട് കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വരുമ്പോ കൂത്താട്ടുള്ള സാബു അവിടുന്ന് ഓടി വരുന്നുണ്ട്. എടാ ബിനുവേ ഓടി വാടാന്നൊക്കെ പറഞ്ഞിട്ട് മുണ്ടൊക്കെ 2 സൈഡിലേക്ക് ഇങ്ങനെ പാറി നിൽക്കുക. ഓടി വരുന്നുണ്ട്. എന്നാടാന്ന് ചോദിച്ചു. ആ ചെറുക്കനെ അവൻ ആന കൊന്നുന്നാ തോന്നണേന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. ഓ ദൈവേ, എൻ്റെ എല്ലാ കിളിയും പോയി. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഊട്ടി ഞാൻ സമരം പാടാന്ന് പറഞ്ഞ് സോപ്പ് സാധനങ്ങൾ പെട്ടിയാന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. സാധനങ്ങളെല്ലാം കൂടെ ഒരു പെട്ടിയിലിട്ടിട്ട് അതിനകത്ത് സോപ്പ് സാധനങ്ങൾ, കുളിക്കുന്ന സാധനങ്ങളെല്ലാം അതിലുണ്ടാവും. ഓ ഊട്ടി ഇങ്ങനെ ചെല്ലുമ്പോ ആന റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെവിയൊക്കെ തങ്ങി പിടിച്ചിട്ട്. ഇവനെ കാണാനില്ല. ഞാൻ ഇവനെ നോക്കണം, ഇവനെവിടെ നോക്കണം. അപ്പൊ ഞാൻ പരുന്തേ പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോ, ഹലോ അണ്ണാ, ഞാനിവിടെ ഉണ്ട് ഇങ്ങനെ കാണിച്ചു. എന്നാടാന്ന് ചോദിച്ചു. തലകെട്ട് അയച്ചതാ. ഞാൻ പറഞ്ഞു, ചട്ടക്കാരനില്ലാണ്ട് ആന, ചട്ടക്കാരൻ ആനയ്ക്ക് തലകെട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാ ആ കൂടെ ഉള്ളവർക്ക് അതിനെ കൊണ്ടടക്കാം. ചട്ടക്കാരൻ വരാതെ തലകെട്ട് അയക്കരുത്. തലകെട്ട് അഴിച്ച് എല്ലാം അഴിച്ച് മണി ഇങ്ങോട്ട് അഴിച്ചിട്ട് ഇങ്ങോട്ട് കയറിക്കാനെന്ന് പറഞ്ഞാൽ ഇടയിൽ തട്ടി കൂട്ടി തരാം. അടിയാണ് കൊടുത്താൽ പറന്ന് പോയിട്ട് അവിടെ പോയി വീണു. അവിടെ ആന ഇവന്റെ പിന്നാലെ പോണതാണ് സാബു കണ്ടുള്ളൂ. പിന്നെ അവിടെ ഉണ്ടായിക്കണത് സാബു കണ്ടിട്ടില്ല. ആന കുറച്ചു നേരം ഓടിയിട്ട് അവിടെ നിന്നു. പക്ഷെ സാബുവിന്റെ വിചാരം ആന ചെന്നിട്ട് പരുന്നനെ ആന ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഊട്ടി ചെന്ന് ഇവനെ കണ്ടപ്പോ എനിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല അണ്ണാ അത് പറഞ്ഞു. രാവിലെ എന്നെ തലകെട്ട് അയക്കണേക്കും ആരാണ്ട് കണ്ട് ഒരു 1.5 കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് പുള്ളി അത് ചെയ്യില്ല. പുള്ളിക്ക് എന്താ പറ്റിപ്പോയി. അത് ഞാൻ ചെല്ലുമ്പോ പുള്ളി എണിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആനയെ പിടിക്കണ്ടേ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ആന എടുത്ത് ചെന്നു. എന്നെ ആന കാണിച്ചതെന്ന് ചോദിച്ചു. ഞാനങ്ങനെ നിൽക്കുക, ഒരു അടിക്കാനില്ല. ഞാൻ മെല്ലെ സൂത്രത്തിക്കടൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ ആന ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. എനിക്ക് ബാഗിലേക്ക് ചെന്നൊന്ന് പിടിക്കാൻ പറ്റണം. ആ പിടിക്കാനുള്ള അവസരം തരുന്നില്ല. അപ്പം ആനങ്ങനെ നിന്നിട്ട് ആനങ്ങനെ മെല്ലെ ഞാൻ അങ്ങോട്ട് നേരെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആന നേരെ ബാക്കോട്ട് പോയിട്ട് അവരൊരു വീട്, ഇങ്ങനെ ഒരു മതില്, അതിൻ്റെ ഒരു ഗേറ്റിന് ചെറിയൊരു ഗേറ്റ്, അതിലേക്ക് ആന ബാഗിലേക്ക് കടന്നു. അതായത് ഉടല് മൊത്തം അകത്തും തല മാത്രം പുറത്തും. അപ്പം അങ്ങോട്ട് തിരിയാൻ പറ്റില്ല പുള്ളിക്ക്. അതെനിക്ക് ഗ്യാപ്പ് കിട്ടി. ഞാൻ ഇപ്പുറത്തേക്കട മതിലെടുത്ത് ചാടി ആന പുറത്തേക്ക് ചാടി കട്ടക്കടോട് കൊടുത്തില്ല. ഞാൻ വാൽവ് പിടിച്ചു അങ്ങനെ നിർത്തി. എന്തായാലും എൻ്റെ മക്കളതൊന്നും കാണിക്കല്ലേ, എന്തെങ്ങനെയൊക്കെ ചെയ്യണേ, ഈ ഒരു പരിപാടിക്ക് വന്നിട്ട് നീ ഇങ്ങനെ നാണം കെടുത്തണം. പിന്നെ വേറെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് കുന്തെടുത്തിടിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ തോട്ടിക്ക് വെട്ടി വലിക്കാനും നമുക്ക് ആനയെ കിട്ടില്ല. ആനയെ വെട്ടുക അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയായിട്ട് ആനകൾ ചാടിപ്പോയാൽ ഏത് ധൈര്യം ഇല്ലാത്തവനും തോട്ടിയെടുത്ത് ആനയെ വെട്ടും. സഹജീവികളോട് സ്നേഹമുള്ളവനാണെങ്കിൽ അവ ഓടാൻ നിൽക്കില്ല. അവൻ തോട്ടിയെടുത്ത് ആനയെ വെട്ടും. അപ്പം അവിടെ ആൾക്കാരെ നോക്കില്ല, ആ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ആ ആനക്കാരെ നോക്കുള്ളൂ. വെട്ടിയ ഏത് ആനയും വീഴും. പക്ഷെ ആ വെട്ടാൻ നമുക്കൊരു പേടിയുണ്ടാവും. കാരണം ഇത് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെക്കട്ടിക്ക് വന്ന് നമ്മുടെ ജീവവും. പക്ഷെ മറ്റുള്ള ഒരാളുടെ മുമ്പിലേക്ക് ചാടി പോകുമ്പോൾ ആനയെ ഉടക്കി നിർത്താണ്ട് ഒരു മാർഗമില്ല. കണ്ണൻകാവിൽ നോക്കിയേ, ആ ആന മറ്റേ ചാടി പോയിട്ട് എത്ര ആൾക്കാരവിടെ മരിച്ചാനെ. ആ ആനക്കാരെ ഇളമക്കാരെ ഉണ്ണി അവൻ ആനയെ തോട്ടിക്ക് ഉടക്കി ആനയെ നിർത്തിയ കാരണം കൊണ്ട് അവിടെ അത്ര ആൾക്കാർക്ക് പോലും ഒരു ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റുള്ളൂ. ഒന്നും പറ്റിയില്ല. പിന്നെ നമ്മുടെ തടത്താവള ആന അവിടെ ചെയ്തപ്പോ കൊമാക്ക ആ ആന തോട്ടിക്ക് പിടിച്ച് നിർത്തിയണ്ട. കാരണം മറ്റുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ചാടി പോകുമ്പോ സ്വയം ജീവൻ പൊക്കാലും വേണ്ടിയില്ല അവരെ രക്ഷപ്പെടണം ചിന്തിക്കുന്ന ആനക്കാരെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആൾക്കാർ വന്നെടുത്ത് കൊടുക്കുന്നത്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. അവിടുന്ന് പിടിച്ച്
വാൽമുണ്ട് ഞാൻ മെല്ലെ ആനേനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞ ആളുടെ മൈൻഡൊക്കെ ഒന്ന് പോയി വഴക്കൊക്കെ പോയി. 2 ബിസ്ക്കറ്റ് കൊടുത്തെന്നാലും ആൾ പിടുത്തം തരില്ല. അങ്ങനെ ആളെ ഞാൻ മെല്ലെ ഓരോന്നൊക്കെ കാട്ടി ഓരോന്നൊക്കെ പറഞ്ഞ് വലിച്ച് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു പറമ്പിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പം നമ്മുടെ അനീഫൊക്കെ പഴയ മറ്റേ പ്രഭുവാന, പുതുശ്ശേരി പ്രഭുവാനയുടെ ഓണർ അനീഫൊക്കെയും കൂറ്റനാട് ജയേട്ടൻ അവർ വന്നു. ജയേട്ടൻ ഇപ്പോഴും ഉണ്ടല്ലോ, ജയേട്ടനൊക്കെ വീഡിയോ കാണണമല്ലേ. ചേട്ടൻ വന്നിട്ട് എന്നോട് ഒന്നും ചെയ്യണ്ട, ഞാൻ സെറ്റ് ചെയ്തോണ്ട് ഒന്നും ചെയ്യണ്ട. ഞാൻ അങ്ങനെ നമുക്ക് വേറെ ആനയോട് പറയാൻ പറ്റില്ല. ആ കയറും ഇങ്ങോട്ട് എടുക്കുക, ചങ്ങല ഇങ്ങോട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളപ്പം കിളി പോകും. പിന്നെ ആളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ പറമ്പിൽ കയറ്റി നിർത്തി. ചെന്ന വഴി തന്നെ ഞാൻ പറമ്പിലേക്ക് കയറിയ വഴി തന്നെ ഞാൻ മേയ്ച്ചങ്ങല തട്ടിയിട്ടു. മേയ്ച്ചങ്ങല തട്ടിയിട്ടിട്ട് ഞാൻ വാൽമ പിടിച്ചു. ഞാൻ ആനോട് അരുതാനെ ചെയ്യരുത് മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി നിൽക്കുക. അപ്പൊ ഈ പിള്ളേര് വന്ന് ചങ്ങല എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കുളത്ത ആന സമ്മതിക്കില്ല. ആന അങ്ങനെ തിരിഞ്ഞ് പോവുക. ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കാലുകൊണ്ട് ചങ്ങല ഇങ്ങനെ തട്ടി കുറേശ്ശെ കാലുകൊണ്ട് ഇങ്ങനെ വലിച്ച് അവർക്ക് കൊളത്താവുന്ന സെറ്റപ്പിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഞാൻ ചങ്ങലമ്മ അങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുക. ഞാൻ ആനയുടെ അടുത്ത് അരുതേ എന്ന് പറഞ്ഞു നിൽക്കുക. ആന അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വാൽമ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പരുന്ത് തന്നെ വന്നിട്ട് ചങ്ങല എടുത്ത് കൊളത്തി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് മുട്ടാങ്ങല അതുമ്മേക്ക് കൊളത്തണ്ട, വലിയങ്ങനെ കൊളത്തേക്കണേ. ആ കൊളത്തിയ വഴി ആന ഒരു നീളം പോയി. എന്നിട്ട് പിന്നെ മെല്ലെ ആനോട് ഓരോ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഇങ്ങനെ പറഞ്ഞ് മെല്ലെ ഇങ്ങനെ ചിറ്റി ആനേനെ ഇങ്ങനെ ചങ്ങല കറക്കി ആനേനെ അടുപ്പിച്ചു. മരത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആന ഇങ്ങനെ അടുത്തു. ഇപ്പം ഇത് മരമാണെങ്കിൽ ഇവിടേക്ക് എത്തി. അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് മുട്ടങ്ങലയുടെ വേഴ ഞാൻ മെല്ലെ താട്ടിയ വഴി ഒറ്റ തൊഴിയാ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു. ചേട്ടാ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ ഒന്ന് വേണ്ട, ഞാൻ സെറ്റ് ചെയ്തോ. ഞാൻ അങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയത്. അത് കഴിഞ്ഞ് മെല്ലെ വന്ന് മുട്ടേങ്ങല എടുത്തിട്ട് മെല്ലെ ഒരു 1.5-2 മണിക്കൂർ എടുത്തിട്ട് ഈ കാര്യം ചെയ്യാൻ പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അത്ര നേരം ഈ ആനേനെ വാൽമ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു വണ്ണം കുറഞ്ഞൊരു മാവിൻ്റെ കടക്കിലായിരുന്നു ആനയെ കുളത്തിറങ്ങുന്നത്. ആ മുട്ടേങ്ങല ഒരു പ്രകാരത്തിന് ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം എറുകണി തട്ടി, പിന്നെ തട്ടിയിട്ടു, പിന്നെ മെല്ലെ എടുത്ത് കുളത്തി. അത് കുളത്തി കഴിഞ്ഞിട്ട് ഞാൻ വലിയങ്ങല തള്ളി. മുട്ടേങ്ങല കുളത്തിയിട്ടില്ല. വലിയങ്ങല മരത്തിൽ നിന്ന് തള്ളിയിട്ട് ഞാൻ അതിൻ്റെ തല എൻ്റെ ഈ പട്ടക്കണ്ണി ഈ വിരലിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആനയുടെ പേളപ്പുറത്തുനിന്ന് ഇങ്ങനെ. അപ്പോഴത്തേക്ക് എന്നെ ഫോണിൽ മറ്റേ നമ്മുടെ മകേഷ് വിളിച്ചു, നെന്മാറ മകേഷ്. ഇപ്പം ഗംഗാനാന കയറിയ മകേഷ് എന്നെ ഫോൺ വിളിച്ചു. അവനങ്ങനെ വിളിക്കാത്തതാണ്, പതിവില്ലാണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ആന കിളി പോയി നിൽക്കണ്, അപ്പം നീ എന്തെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്ക്, ആനങ്ങനെ കിളി പോയിട്ട് നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ കളി എന്തൊക്കെയുണ്ട് വിശേഷം, അവന് സുഖമല്ല. ആന എവിടെ? അപ്പം അന്ന് അവൻ മറ്റേ വിനായകനാന കയറുന്നു തോന്നുന്നുണ്ട്. ആ മറ്റേ ഇവിടെ നിന്ന് വന്ന വിനായകനാന, ബീഹാറിൽ നിന്ന് വന്നാന. അപ്പോൾ അവന് മനസ്സിലായി എന്താളി ഞാൻ ആന കിളി പോയിട്ട് ആന ഇങ്ങനെ കൊളത്താൻ വേണ്ടി. അപ്പം ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ സംസാരിച്ച് ആന ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാൻ മെല്ലെ ഇങ്ങനെ കാലും കൊണ്ട് പോയി മെല്ലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനീഫൊക്കെ അവിടെ വന്നിട്ട് ആന തെറ്റി നിൽക്കുന്ന സമയം അവൻ ഫോൺ വിളിച്ചിട്ട് നിൽക്കുക. അതാ പറഞ്ഞിട്ട് അനീഫൊക്കെ അവിടെ കിടന്ന് കൂരച്ചപ്പാട്. ഞാൻ ഇക്കിടക്കനെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ മെല്ലെ അങ്ങനെ ചെന്നിരുന്ന് കാലുകൊണ്ട് മെല്ലെ ആ ഇടയുടെ വട്ടക്കണ്ണീരുടെ ഉള്ളിലേക്ക് എൻ്റെ ഈ കൊക്കോയ അങ്ങോട്ട് ഇട്ടു. മെല്ലെ ഇട്ടിട്ട് ഏറെണ്ണി ഇട്ടു. എന്നിട്ട് കാലുകൊണ്ട് തന്നെ ചെറുകെട്ട് കെട്ടി. കാലുകൊണ്ട് തന്നെ മെല്ലെ ഇങ്ങനെ കാലുകൊണ്ട് ഓരോ തീർത്തിട്ട് കാലുകൊണ്ട് വലിക്കും. എന്നിട്ട് അങ്ങനെ എന്നെ വെച്ച് 2 കാലും ഇങ്ങനെ വലിച്ച് മെല്ലെ വലിച്ച് ചെറുകെട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആന വലിച്ച് വാറാക്കടാന്ന് പറഞ്ഞു. ആന ബന്ധോസായിടാന്ന് പറഞ്ഞു. അപ്പം ആന ബന്ധോസ്? ആനേനെയൊക്കെ ഇവിടെ ബന്ധോസാക്കി പൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, തക്ക തായം വെക്കം വേഗം. അതായത് നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ആനപ്പണി. നമ്മൾ ആനേനെ മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളെ എടുത്തിട്ട് കൊടുക്കുകയല്ല ചെയ്യുക. ഒരാനക്കാരും അങ്ങനെയല്ല ചെയ്യുക. ഇങ്ങനെ തന്ത്രപരമായിട്ട് ആനേനെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പൊട്ടം കളിപ്പിച്ച് നമ്മൾ ആനയെ ലോക്കാക്കുക ചെയ്യുക. അല്ലാണ്ട് തെറ്റി നിൽക്കണ ഏതൊരു ആനേനെ ഓടിച്ചൊന്ന് ഫയർ ചെയ്ത് പിടിക്കാൻ പറ്റൂല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയണത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മെല്ലെ. അവിടെ നിന്ന് ബന്ധോസായി എന്ന് പറഞ്ഞ് പിടിച്ചു. അപ്പം സാധാരണ ആന ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ആനയ്ക്ക് വയറ് നിറക്കി ഇടിയാണ് കിട്ടാറ്. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ ആനയെ തല്ലില്ല. തെറ്റി ആന അവിടെ നിന്ന് വലിച്ചു വാറാക്കി ഒരു 5 മിനിറ്റ് നിന്ന് ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നിട്ട് എൻ്റെ മുഖത്തേക്കിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചു. ചേട്ടൻ എന്നോട് പറഞ്ഞു, ലോറി അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ ഒരു 15 മിനിറ്റ് നമുക്ക് അഴിച്ചു വിടാമെന്ന് പറഞ്ഞു. ഒരു 10 കൊടുക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന ഇത് തന്നെയല്ലേ കാണിക്കുക. എല്ലാവരും ചെയ്യണത് ഇത് തന്നെയല്ലേ. നമുക്ക് സിസ്റ്റം ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം, എന്താണ് നമുക്ക് നോക്കാമല്ലോ. ഞാൻ തല്ലിയൊന്നുമില്ല. ഞാൻ അവിടെ വന്നിട്ട് എൻ്റെ തലപ്പെടുത്തിട്ട് നീ ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചാൽ പിള്ളേരെ നീ ആവശ്യമില്ലാണ്ട് ഉപദ്രവിച്ചിടാന്നൊക്കെ പറഞ്ഞ് 2 ഒച്ചയും വെളിയൊക്കെ എടുത്തപ്പോൾ ആന
സാധാരണ എല്ലാവരും എന്നെ എടുത്തിട്ട് ഇടിക്കലുള്ള പതിവ്, ഇവനെന്താ എന്നെ തല്ലാത്തത്. അപ്പം ഞാൻ ആനയുടെ മനസ്സ് പഠിക്കുകയാണ്. ആനയുടെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. കാരണം തന്നെ 35-36 വർഷത്തോളം ഒരാൾ തന്നെ കയറിക്കൊണ്ടിരുന്നതാണ് ഒരു ചേട്ടൻ, വാഴവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ആ ചാച്ച മാറിയതിന് ശേഷമാണ് പിന്നെ ഈ ആന അഴിച്ച ആൾക്കാരായിട്ട് ഈ ആന പൊരുത്തപ്പെട്ടില്ല. പിന്നെ ശേഷമാണ് ഇത് ഇത്ര വലിയ വഴക്കായത്. അതിന് മുമ്പ് ഒരു ശല്യമില്ലാത്ത ആനയായിരുന്നു പറയണ കേട്ടേക്കണേ. അത് കഴിഞ്ഞ സംഭവം നല്ല നല്ല ആനക്കാർ ഒരുപാട് കയറിയിട്ടുള്ള ആനയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് ആന എത്തി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആന അപ്പത്തേക്കും മരൻ്റെ ഒക്കെ ഇട്ട് മൂത്രമൊക്കെ ഒഴിച്ചു ആന കാറി കൂവി ഭയങ്കര ഇതായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇനി മേലാലിവൊക്കെ പരിപാടി ആട്ടിച്ച് നിന്നെ ഞാൻ കാട്ടി കളയെന്ന് പറഞ്ഞു. അപ്പം ആ മരത്ത് ചെറിയൊരു കുഞ്ഞു മുറിവുണ്ട് ഈ ചങ്ങലയിട്ട ഭാഗത്ത്. ഞാൻ സാധാരണ ബന്ധോസ് ചെയ്യാറില്ല, ഇടയാട്ടമൊന്നും വെക്കാറില്ല. ഇടയാട്ടമൊക്കെ പൂരപ്പറമ്പിൽ പോലും അങ്ങനെ വെക്കാറില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ അതിനെ ഈ ഇടയാട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും വെച്ചിട്ടല്ല നടന്നായിരുന്നു. ആനയും ഞാനായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള പരിപാടിയാണെങ്കിൽ മാത്രം ഒന്ന് മേയ്ച്ചങ്ങനെ ഒരു ആട്ടടയാട്ടത്തിൽ, അതായത് ആനയ്ക്ക് നടക്കാവുന്ന രീതിയിലുള്ള ഒരു ബന്ധോസ് വയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അത്ര രണ്ടാളപ്പുറത്തും പുറത്തും തോട്ടിയും പടിയും അത് ഇതൊന്നും ഇല്ലായിരുന്നില്ലേ നമ്മൾ കൊണ്ടുനടന്ന കാലത്ത്. അന്ന് നല്ല വഴക്ക, നല്ല ശരീരം നല്ല പർവ്വതം പോലെ ഒന്നിരിക്കണേ ആന. ആഴ്ചപ്പോ ഒക്കെ ഇത്തിരി ഇതായെങ്കിലും ആന അതിനുശേഷം നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നത്. എൻ്റെ ഇന്ന് തന്നെ ആന വിറ്റ് പോകണം. അവിടുന്ന് ചേട്ടാ ഇപ്പം തന്നെ അഴിച്ചു വിടാമെന്നാ പറഞ്ഞു, 15 മിനിറ്റ് കഴിയുമ്പോൾ അഴിച്ചു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന ഇരുത്തി പൊടി തട്ടി എണീപ്പിച്ച് നിർത്തി, ആ ചങ്ങലയൊക്കെ വാരിയിട്ടു, ഇടയൊക്കെ തട്ടിക്കൂട്ടി. ഇടയാട്ടമൊന്നും വെച്ചില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ആന അഴിച്ചു വിടുക. അല്ല ബിനോ ഒരു ബന്ധോസ് ഇടയാട്ടെങ്കിലും വെക്കുമോ ബിനോ എന്ന് പറഞ്ഞു ജയേട്ടൻ. ഞാൻ പറഞ്ഞു ചേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല ചേട്ടാ, എന്നെ വിശ്വസിക്കുക, ഞാൻ നോക്കിക്കൊണ്ട് ഒരു പക്ഷിയില്ല എന്ന് പറഞ്ഞു. എങ്ങടെ പോണ്ടേന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ പരിപാടി ക്യാൻസലാക്കിയിട്ടുണ്ട്, നേരെ കുട്ടനാട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കെട്ടി വാറാക്കി, ഒന്നും ചെയ്യാൻ തന്നില്ല, കെട്ടി വാറാക്കി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഇരുത്തി കഴുകാൻ നേരത്തെ ഞാൻ പരുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ആന അടിച്ചു കാട്ടി കളഞ്ഞില്ലേ, നീ ഒരു 4 എണ്ണം കൊടുത്തോ. ഞാൻ കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം അവനെ ഉപദ്രവിച്ച അതിനല്ലേ, അവനെ എന്ത് വിശ്വസിച്ച പിന്നെ ഇതിൻ്റെ അടുത്ത് കയറി വരിക. കെട്ടി കൊടുത്തു. അപ്പം നീ എന്നെ മുടുക്കുമോ, അവൻ്റെ മലപ്രകാരമല്ലേ, നീ എന്നെ മുടുക്കുമോ എന്ന് ചോദിച്ചിട്ട് പോയിട്ട് ഒരടി ഇവിടെ കൊടുക്കും. അപ്പോൾ ആനൊരു തൊഴി കൊടുക്കും. അപ്പോൾ പ്രതീക വരും, ഒരടി കൊടുക്കും, ഒരു തൊഴി കൊടുക്കും. ഞാൻ ഒരു 4 അടി കൊടുത്തോളാൻ പറഞ്ഞു. 4 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വടി വെച്ചിട്ട് നീ ആ 2 തലപ്പുറത്ത് കൈ പിടിച്ചിട്ട് ആനോട് ഇരിക്കാൻ പറയാൻ പറഞ്ഞു. തലപ്പെടുത്ത് ആന ഇരിക്കാൻ പറഞ്ഞു. ആന ഇരുന്ന് കിടന്നു. പിന്നെ അവന് ചേട്ടാ ഇവനൊരു വിഷയമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ കുറേ പരിപാടികളൊക്കെ എടുത്തു. അങ്ങനെ പോയി. അപ്പോഴാണ് കുറ്റിക്കോടൻ ചീരാത്ത ആനയെന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവിടുന്ന് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വയലുണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന പല്ലാവൂര്, കുറ്റിക്കോടൻ, എസംപുരം. പിന്നെ ഞങ്ങൾ 4 ആൾ കുറേ പരിപാടികൾ എടുത്തു. അങ്ങനെ കുറേ പരിപാടികൾക്ക് പോയി. ഏതൊരു പരിപാടി സ്ഥലത്ത് പോയിട്ട് ആനക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറ്റിക്കോടൻ ചോറ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ചോറൊക്കെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആനയ്ക്ക് തിരിച്ച് ചോറ് കൊടുക്കാനുള്ള ഞാൻ പറഞ്ഞു കേട്ടാ, നിങ്ങൾ പോകാൻ നിൽക്കണ്ട, കുറച്ചേരം കഴിഞ്ഞ് വെളുപ്പാങ്കാലം നമുക്ക് അയച്ചു വിടാം, പരിപാടി കഴിച്ചില്ല, ഇനി ഇവിടെ നിന്നിട്ട് അയച്ചു വിടാം, ഈ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കണത് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ ചോറ് കൊടുത്താൽ കുഴപ്പം, എന്നാ നീ പോയി കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് ചെന്നാറോ ഒറ്റട്ടി നേരെ തിരിച്ചു പോകാൻ എൻ്റെ പായയുടെ അവിടെ ഒന്ന് വീണു. എന്നിട്ട് ആ കിടന്നോടത്തിറന്നിട്ട് എന്താ ആനയുടെ അളിയാതെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിലോട്ട് പോകണ്ടാന്ന്. നീ വലിയ ഇതിലെ പോയി അവിടെ നിന്ന് വിട്ടു. രാവിലെ അവനോട് പൊടിക്കിരുത്താൻ പറഞ്ഞു. 2 എണ്ണം കൊടുത്ത് പൊടിക്കിരുത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചാടി എനിറ്റു. എന്താടാ എന്താ ആനയടപ്പം അത്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പോകണ്ടാന്ന്, നീ പിന്നെ എന്തിനാ പോവാൻ നിന്ന്? ഇനിയിപ്പോൾ വന്നല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയട്ടെ, ആന സെറ്റാവും. ആന സെറ്റായി വരണമെങ്കിൽ അതിന് ടെക്നിക്ക് ഉണ്ട്, വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയി. പോണ വഴിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവാണിക്കാവായെങ്കിൽ രാജേഷാ. അപ്പോൾ ഇതിനെ വാറാക്കാണ്ട് ഇരുത്താൻ പറ്റില്ലല്ലോ. വാറാക്കാണ്ട് ആന ഇരിക്കില്ല. ചങ്ങല അങ്ങോട്ടും ഇങ്ങോട്ടും വാറാക്കാണ്ട് ആനയെ ഇരിക്കാൻ പറയരുത്. ഇരുന്ന ആന ഇരിക്കാൻ പറഞ്ഞാൽ ആന അപ്പം തെറ്റും. അങ്ങനെ പഴയനൊരു പരിപാടി സ്ഥലത്ത് പോയപ്പോൾ ആ പുഴയിൽ അന്ന് ആ പാലം ഒന്നും അങ്ങനെ ആ പാലം വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പാലം വന്നിട്ടില്ല എന്നൊരു സംശയമുണ്ട്. അവിടെ ഇറക്കിയിട്ട് നടക്കട കൂട്ടി വാറെങ്കല നടക്കിയെടുത്ത് കൊളുത്തി. അത് കഴിഞ്ഞ് മുട്ടെങ്കല ഉണ്ട്, അത് കൊളുത്തി ഇടയാട്ട ഒരെണ്ണം വെച്ചു. നേരെ അവിടെ പുഴയിലേക്ക് ഇറക്കി. അവിടെ ചെന്നു. തോട്ടിയും വടി ഞാൻ ആദ്യം തന്നെ അവിടെ കൊണ്ടുവന്ന് കുത്തി വെച്ചു. മണലിൽ ഇങ്ങനെ ഇറക്കി വെച്ചു. നമ്മൾ തോട്ടിയും വടി എടുത്തുള്ള കളിക്കില്ല, നമുക്കതിന് നേരമില്ല, വയ്യ. അത് കാരണം കൊണ്ടാണ് അവിടെ ചെന്നിട്ട് അപേക്ഷിച്ചു. ചാൻസ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കടാ. അപ്പം ഞങ്ങളൊരു 10-40 കിലോമീറ്റർ തലേ ദിവസം ആന ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഒരു 40 കിലോമീറ്ററോളം നടന്ന്. രാജേഷിൻ്റെ ആനയും നമ്മുടെ ആനയും നടന്നിട്ടാണ് വരണേ. അപ്പം എന്തായാലും ആന അവിടെ അത്ര ക്ഷീണത്തിൽ ആന അവിടെ ഇരിക്കും എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. കാരണം ഞാനിതൊക്കെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഇത്ര ദൂരം നടന്ന് വന്നിട്ട് ആ പോണ വഴിക്ക് അവിടെ ചെല്ലുമ്പോൾ ആ പുഴയുണ്ട്, ആ പുഴയിൽ നിന്ന് ഇരിക്കാൻ പറഞ്ഞ് നോക്കാം, ഇതേ സെറ്റപ്പല്ലേ. അപ്പോൾ ആരെങ്കിലും നടക്കുന്നുണ്ട്, ഇടയുണ്ട്, മുട്ടെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ പോയാലും ഇത്രയല്ലേ വരാൻ പോകണുള്ളൂ, നമുക്ക് എങ്ങനെയും പിടിക്കാന്നുള്ളൊരു മൈൻഡുണ്ട്.
വേൽസം പിടിച്ചു കൊണ്ടിരിക്കറാ കുളിക്കണ്ടെന്ന് എടുക്കുന്നു പറഞ്ഞപ്പോ ആന അപ്പം ഇരുന്നോടെ ഇരുന്ന് കിടന്ന വഴി തന്നെ കുറ്റിക്കോട എന്നെ നോക്കും. ഞാൻ കുറ്റിക്കോട നോക്കും. ആഹാ അഭിമാനം. ആർക്ക് ഇരിക്കാത്ത മാനം നമുക്ക് ഇരുന്നേരാണ് അഭിമാനം അല്ലല്ലേ. പിന്നെ അഹങ്കാരായി. പിന്നെ കിടത്തി ആ സൈഡ് കഴുകിയിട്ടും മതിയാവണല്ലേ. കഴുകിയല്ല പട്ട് പോലെയാക്കി. ഇപ്പറ സൈഡും കഴുകി പട്ട് പോലെയാക്കി. ചങ്ങലയൊക്കെ വാരിയിട്ട് ബന്ധമൊന്നും ഇല്ലാണ്ട് ആനനെങ്ങനെ വരിക റോട്ടിൽ. ആൾക്കാരിങ്ങനെ നോക്കും ശരണയ്യപ്പനാനെ വന്നാണ്ട്. എന്നാ ഇപ്പോഴത്തെ ഒരു രൂപമല്ല അന്ന്. പിന്നെ കുറ്റിക്കോടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിക്കാരനാണ്. എൻ്റെ കൂടെ അതുപോലെ നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത് എസ്എംപുരാണെങ്കിലും ഈ ചെക്കന്മാരൊക്കെ. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം ശരണയ്യപ്പനാനയുടെ കുറേ പരിപാടികളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പറപ്പുകാവ് പൂരത്തിന് ഒരു വിഷയം ഉണ്ടായി. ആന എഴുന്നള്ളിച്ച് വന്നു. അതിക്ക് മുന്നേ മറ്റേ ഇവിടെ വെച്ചിട്ട് എന്നിട്ടാണ് ഞാനത് മറന്നു. നമ്മുടെ ചൂണ്ടല് മേലേക്കാവല്ലല്ലോ അവിടെ അല്ലാണ്ട് നമ്മുടെ പുതുശ്ശേരി പ്രഭുവാനയുടെ ഓണർ അതിൽ അങ്ങനെ പോയിട്ട് അവിടെ ഒരു പൂരമുണ്ട്. ആ പൂരത്തിന് ശരണയ്യപ്പനാന അന്ന് വിഷ്ണു സംക്രാന്തിക്ക് നാരായണേട്ടൻ നമ്മുടെ ആന ഇതായിട്ട് മത്സരം ആ ചൂണ്ടൽ സെന്ററിൽ നിന്നിട്ട് ശരണയ്യപ്പനാന ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ അങ്ങോട്ട് കയറി നിൽക്കുക. ഒരാനയും വല്ല ഇല്ല. അതുപോലത്തെ നിലവ് നിൽക്കുവാന. പറയുന്നത് ഞാൻ തള്ളാണെന്ന് പറയൂ കേട്ടോ. തള്ളു വണ്ടിയായിട്ട് പറഞ്ഞു എന്ന് പറയായിരിക്കും കേട്ടോ. ഞാൻ ആന നിലവ് നിൽക്കണ ഫോട്ടോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ആന നിലവ് നിന്ന് തരണേ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആന പർവ്വതം പോലെ ആനയായിരുന്നു അന്ന്. അതുപോലെ നിൽക്കുന്ന സമയത്ത് ഓരോ ഫോട്ടോസുകൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാട്ടോ. അവിടുന്ന് എന്നിട്ട് ആ ചൂണ്ടൽ സെന്ററിൽ ഇങ്ങനെ ആന നിലവ് നിൽക്കുക. വിഷ്ണു ശങ്കറാനെ നമ്മുടെ ആനയായിട്ട് പൊരിഞ്ഞ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പൊടിക്ക് വിട്ടു കൊടുക്കില്ല. ഷർണയിപ്പം അങ്ങനെയൊന്നല്ല. നടക്കി ഇങ്ങനെ അവിടെ നിന്ന് തോട്ടിപ്പടിയും കുത്തിപ്പടിച്ചും അങ്ങനെ നിന്ന് ആന ദേഷ്യപ്പെട്ടിട്ട് ആനയുടെ ഫ്രണ്ടിൽ കയറി നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് വടികമ്പ് വരുമ്പോഴത്തേക്ക് ആന പറന്ന് നിലവ് നിൽക്കും. അങ്ങനെ നാരായണേട്ടൻ ഞാനായിട്ട് അലമ്പായി. നാരായണേട്ടൻ ഞാൻ ഇങ്ങനെ കാലിങ്ങനെ രണ്ടാന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അത് വേണ്ട അത് എന്തായാലും പോട്ടെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഭയങ്കര അതിലാനിക്ക് പേരായി. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റൈലുള്ള ഒരു ഇതായി. അങ്ങനെയാണ് പിന്നെ പറപ്പുകാവിലേക്കൊക്കെ ഏക്കം കിട്ടണം. അവിടെ വന്നപ്പോൾ ഇങ്ങനെ പോലീസ് സാർമാരായിട്ട് പ്രശ്നം ഉണ്ടായി. അന്ന് ചെക്കൻ ആയസംഭരത്തിലെ ചെറിയ ചെക്കനല്ലേ അന്ന്. പോലീസുകാർ പിടിച്ചു നിർത്തി. നീ അത് ആനടാ വാപ്പാനടാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചെന്ന് അവനെ അങ്ങോട്ട് പിടിച്ച് മേടിച്ച് എൻ്റെ ചെക്കനത് എൻ്റെ മോനാന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചു. അതൊന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ മടയും തൂക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളാരും ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ ആ സദസ്സിൽ പുള്ളി ഇങ്ങനെ പിടിച്ച് അത് കോളർമ്മ ഇങ്ങനെ പിടിച്ച് നിർത്തിയപ്പോൾ ഞാൻ ആളുടെ കയ്യിൽ നിന്ന് ചക്കനെ പിടിച്ച് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് എൻ്റെ ആനയുടെ അടുത്ത് കൊണ്ടു നിർത്തി. അത് അന്നത്തെ ആനക്കാർക്കൊക്കെ അറിയാം. എന്നിട്ട് പോവാം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുന്ന് പോലീസുകാർ എൻ്റെ ആനയുടെ ബാക്കിൽ. എന്നെ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഇടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേഗം തന്നെ നമ്മൾ പിന്നെ ഇവനോട് പറഞ്ഞു വേഗം കുറ്റിക്കോടിനോട് പറഞ്ഞു പായയും തലോണയും സാധനങ്ങളും മറ്റുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കിട്ടോ ഫ്രണ്ടിൽ. ചെക്കനോട് പറഞ്ഞു പോക്കോ ഞാൻ ആനയെ കൊണ്ട് വന്നോളാം. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ വന്നോണ്ട് നിങ്ങൾക്ക് ഒരു വിഷയമില്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇടയെ പെട്ടെന്ന് തട്ടിക്കൂട്ടി പൂരം കഴിഞ്ഞു. അവിടെ ചെന്ന് രാവിലെ ചെന്ന് അവിടെ തൊഴിക്കില് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നടന്നിങ്ങോട്ട് പോകുന്നത്. കാര്യം അതിൻ്റെ രണ്ടാഴ്ച മുന്നേ നാരായണനായിട്ട് ചെറിയ വാക്ക് തർക്കം ഉണ്ടായെങ്കിലും അന്ന് അവിടെ ചെറിയ വഴി അറിയായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കണ്ടാണ് രണ്ട് സൈഡ്. ഞാൻ ആനയെ കൊണ്ട് ഫ്രണ്ടിൽ നടന്ന് പോവുക. എൻ്റെ പുറകെ ശരണയ്യപ്പനാന ചാടി ഓടി വരിക എൻ്റെ പുറകെ. ഫ്രണ്ടിൽ വെച്ചലക്കി പോവുക. എൻ്റെ ഒപ്പം ഉണ്ടാന നാരായണേട്ടൻ എന്നെ കഴിഞ്ഞിട്ട് പിന്നെ നാരായണേട്ടൻ പിന്നെ മറ്റേ തായങ്കാവാന പിന്നെ പാറന്നൂര് ഗോപനാന ഇങ്ങനെയുള്ള ആനകളൊക്കെയാണ് പിന്നെ എൻ്റെ പുറകെ വന്നോട്ടേന്ന് പറഞ്ഞു. ഞാൻ കടന്നു പോയി വഴി എന്നെ നാരായണേട്ടൻ വിഷ്ണു ശങ്കറാനെ കയറ്റിയിട്ട് ഇങ്ങനെ വട്ടം അങ്ങോട്ട് നിർത്തി റോട്ടിൽ. പിന്നെ ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലേ. ആളെ അങ്ങനെ ഒരു ആ ചെക്കൻ അവൻ വയലെന്നൊക്കെ ശരിയില്ലെങ്കിലും അവൻ എവിടെയെങ്കിലും പോയി അവന് തല്ലുകൊള്ളാണ്ട് പോക്കോട്ടേന്ന് പുള്ളി ചിന്തിച്ചത് കൊണ്ട് അന്ന് പോലീസുകാരെ തടിയിട്ടില്ല. അപ്പോൾ അല്ലാത്ത കുറേ കൊല്ലങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടുന്ന് ഞാൻ ആനയെ കൊണ്ട് റോട്ടിൽ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്കടെ കയറി വലത്തോട്ടൊരു പറമ്പ് ഒരു വീടിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറ്റി ആനയെ അവിടെ നിർത്തി. അപ്പം എനിക്കത് സേഫ് അല്ലാന്ന് തോന്നി. വേഗം കൊണ്ടുവന്നിട്ട് ഞാൻ ആനയെ ലോറി കയറ്റി. അപ്പോഴത്തേക്ക് ആനകളൊക്കെ ഇങ്ങനെ പുറകെ വന്നിട്ട് ആ പാലുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ചിട്ടുണ്ടാവും. എല്ലാ ആനയും വന്ന് 5-6 ആന വന്ന് ലോറി കയറിയപ്പോൾ ഏതാ ആനയെ കയറി ഏതാന്നുള്ളത് പോലീസുകാർക്ക് ഒരു ഇതില്ല. ഞാൻ ക്യാബിനിൽ കയറിയിട്ട് കിടന്നു അവിടെ. അങ്ങനെ കിടന്ന് അവിടുന്ന് എല്ലാവരും ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ജയേട്ടൻ്റെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞ് ലാസ്റ്റ് പരിപാടി എനിക്ക് തോന്നുന്നു മണ്ണാർക്കാടൻ കണ്ടൊരു സ്ഥലത്ത്. അന്ന് അവിടെ ആനയെ കൊണ്ട് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ വെളിച്ചപ്പാട് കൃഷ്ണേട്ടൻ നമ്മുടെ മറ്റേ നന്ദിലത്ത് അർജുനാനായിട്ടും
പിന്നെ നമ്മുടെ തിരുവേഗപ്പുറം ഉണ്ണീഷേട്ടൻ അന്ന് ഏതാനയും കൊണ്ടായിരുന്നു. എനിക്ക് വേണം ഈ മറ്റേ ഇവരുടെ ഗണേശനാനിയാന്ന് തോന്നുന്നുണ്ട്. മറ്റേ ചെരിഞ്ഞു പോയ ഗണേശനാനി ഇല്ലേ, മറ്റേ കുന്നംകുളത്തെ ആ ആനയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അന്നത്തെ കാലത്ത് അന്ന് ഗ്രാങ്ങാട് സാങ് നിൽക്കുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട്. അവിടെ പരിപാടി സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കുറ്റിക്കോടൻ്റെ അടുത്ത്, അന്ന് കുറ്റിക്കോടനും എസ്സമ്പരവും പിന്നെ പല്ലാവരും കൂടിയിട്ട് ആനേനെ കഴുകിക്കൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അങ്ങനെ മഴ പെയ്ത് തുടങ്ങിയായിരുന്നു. ആ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു തെങ്ങുംപറമ്പിൽ കുറേ വെള്ളം ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞടാ, എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന, ഞാൻ ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, നിങ്ങൾ ആനയെ എന്നാൽ വെള്ളം കൊടുത്ത് നിർത്തി കഴിയാൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാണ് ഞങ്ങൾ കഴുകിക്കൊണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തി കഴിയാം, അന്നേരം തെങ്ങുണ്ടല്ലോ നമുക്ക് കുളത്തിരുത്തി കഴിയുമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് ഉറങ്ങിയും പോയി റബ്ബർ പറമ്പ് കിടന്നിട്ട്. അവിടെ നിന്ന് ആള് ഇട അഴിച്ചു വിട്ടു, വലിയങ്ങല അയച്ചു വിട്ടു. പിന്നെ ഉള്ളത് മുട്ടങ്ങല മാത്രമാണ്. ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ഇങ്ങോട്ട് മടക്കാനേന്ന് പറഞ്ഞതാ, ഞാൻ പിടിച്ചാൽ നിനക്ക് വരണം തരാം, ഒറ്റ അടിയോട് കൊടുത്തു. വെള്ളത്തിൽ ചെന്ന് കിടത്ത് അവിടെ കിടന്നിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് എടാ പിന്നെ എന്ന് വിളിച്ചു. ചങ്ങല പെരപ്പട്ടയെന്ന് പറഞ്ഞ് കിലുങ്ങിയതും പും എന്നുള്ള സൗണ്ട് അത് ആയിപ്പോ തന്നെ ഞാൻ ചാടി എനിക്ക് മനസ്സിലായി പണി പാടി. ഞാൻ ചാടി എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ ആന അങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ചെവിയൊക്കെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ചെന്നൊരു പ്രകാരത്തിന് അവിടെ നിന്ന് വിളിച്ച് നേരെ കയറ്റി. ചങ്ങലയും ഇല്ല, ഇട അയച്ചു വെച്ച് മുട്ടകല അയച്ചാൽ വലിയ കല അയച്ചു വെച്ച് മുട്ടകല മാത്രമല്ല, എങ്ങനെ വളർത്തു. പിന്നെ എനിക്ക് ആന കയറി പിടിക്കാം, എന്നൊന്നും ചെയ്യില്ല, ആ ഒരു ധൈര്യം എനിക്ക്. കാരണം ഞാനും ആനയും ഭയങ്കര സിറ്റിക്കാറുന്നു. ഞാൻ എല്ലാ ദിവസവും ഒട്ടുമിക്ക പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോഴും കരിമ്പെങ്കിൽ കരിമ്പ്, അലുവെങ്കിൽ അലുവ, പൊരിയെങ്കിൽ പൊരി, പിന്നെ ലഡു, ജിലേബി, ടൈഗർ ബിസ്ക്കറ്റ്, അന്നെങ്ങാണ്ട് 10 രൂപയെ 5 രൂപ 10 രൂപ കണ്ടുള്ളൂ. കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ സാധനം ഒരു 100 രൂപയ്ക്കൊക്കെ മേടിക്കും. എന്നിട്ട് വലിയൊരു കവർ നിറച്ചല്ല കൊണ്ടുവരിക, വന്നിട്ട് ആനയുടെ മുമ്പിൽ കൂടുമ്പോൾ പൊട്ടിച്ചിട്ട് കൊടുക്കും. ആനയുടെ സൂപ്പറാനാണ്, നമുക്ക് പൂരെടുക്കണ്ടേ. ആൾക്കാർ വിചാരിച്ച് ഞാൻ ഇടിച്ച് കുത്തിയിട്ട് അതിനെ പൂരെടുത്തറത്താ. ഞാൻ അതിനെ വെറും കപ്പലിറ്റി മിഠായി ലഡും ജിലേബിയൊക്കെ കൊടുത്തിട്ട് ആന നമ്മുടെ മക്കത്തേക്ക് വരാണ്ട് എന്നെ ടെക്നിക്കിലാണ് ഞാൻ പണിയെടുത്തോണ്ടിരുന്നത് പറഞ്ഞത്. പിന്നെ എനിക്ക് നല്ല സീറ്റിംഗ് ആയി കയറുന്നു ആന. അവിടെ നിന്ന് ആന ചാടി ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് പിടിച്ചു കയറ്റി മറ്റേ റബ്ബറങ്ങാട്ടേക്ക് കയറിയിരുന്നു. കോളത്താൻ ആന സമ്മതിക്കില്ലേ. ഒരു 10 മണിയാകുമ്പോൾ തെറ്റി, 1 മണിയാകുമ്പോൾ 12:30 ആകുമ്പോൾ പൂരം തുടങ്ങണം. ആ 12 മണിക്ക് തലക്കെട്ട് കിട്ടും. 11 മണിയായിട്ട് ആനയെ കെട്ടിയിട്ടില്ലേ. അപ്പോൾ കൂരനാട് ചേട്ടൻ വന്നിട്ട് വീണ്ടും ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു. ചേട്ടാ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഉണ്ണിഷാട്ടൻ്റെ മറ്റേ വെളിച്ചപ്പാട് കൃഷ്ണാട്ടൻ്റെ ഉണ്ണിഷാട്ടൻ എപ്പോഴും ഉണ്ടല്ലോ, ഉണ്ണിഷാട്ടനറിയാം. അവിടെ നിന്ന് ഞാൻ ആനയെ എല്ലാം നൈസായിട്ട് പിടിച്ച് ഞാൻ ഒരു 2 തലപ്പെടുത്ത് കൈ പിടിച്ച്. വേറെ ഒരു മാർഗ്ഗമില്ല, ആനയുടെ അടുത്ത് ചങ്ങല എടുത്തിട്ട് ചെല്ല ഒരു മാർഗ്ഗമില്ല. വാൽമ പിടിച്ചു, തോട്ടി മടി ഞാൻ എങ്ങനെയാണ് എറിഞ്ഞളഞ്ഞു. എന്നിട്ട് വാൽമ ചെന്ന് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നാണം കടത്തലടാ, ഇത്ര പരിപാടിയൊക്കെ നിനക്ക് എന്തെങ്കിലും നിന്നെ ചെയ്യാൻ വന്നടാന്നൊക്കെ ചോദിച്ചു. അവന് മനസ്സ്, അതായത് അതിനെ ഒരു 10-35 വർഷം ഒരു കാർന്നവര്, ഒരു 10-60-70 വയസ്സായ ഒരു കാർന്നവര്, ഒരു അച്ചാച്ച, അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ്. അദ്ദേഹം ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ കൊണ്ടു നടന്ന ആനയത്. അതിനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. അതൊന്നും ശ്രദ്ധിക്കണില്ല. ചെല്ലണം അവരുടെ മനസ്സ് മനസ്സിലാക്കണില്ല. കുറേ കാര്യങ്ങളുണ്ട് അതില്. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ പറയണ പോലെ തന്നെ ഞാൻ ഇവനോട് ഈ ആനയോട് അങ്ങനെ തന്നെ പറയാറ്. ഞാൻ ആനച്ചട്ടായിട്ട് അങ്ങനെ അല്ല. നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കെല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ അതിങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ സംസാരിക്കാൻ പറ്റില്ല, അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. അതിന് ഇന്ന പ്രശ്നത്തിലാണ് നിൽക്കണേന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-15 കൊല്ലം പല ആനകൾ കയറി ഇതിൻ്റെ മനസ്സ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു. ഞാനൊക്കെ ആദ്യം വെട്ടൊന്ന് മുറി 2ൻ്റെ ആളായിരുന്നു. പിന്നെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. അതല്ല പണി കിടക്കണത് ഒരു നമ്മളതിനെ ഒരു മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കൂടെ ഒരാളായിട്ട് നിൽക്കുമ്പോഴൊക്കെ ചെയ്തു തരുള്ളൂ. അന്ന് അത് ആന തെളിയിച്ചെന്നാ. ഞാൻ 2 തലപ്പെടുത്ത് പട്ടയുടെ തലപ്പെടുത്തിട്ട്, മക്കളെ ഇരുന്ന് താടാ, നീ ഇങ്ങനെ ഇതാക്കല്ല. അത് ഇരിക്കാണ്ട് പുള്ളി ഒരു സ്റ്റെപ്പാ വയ്ക്കില്ലേ മുമ്പിലേക്ക്, ഇരുന്ന് താടാ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രകാരത്തിൽ പറഞ്ഞപ്പോൾ ആൾക്ക് എന്താ തോന്നി. ഞാൻ എൻ്റെ ദൈവങ്ങളൊക്കെ വിളിച്ചപ്പോൾ എങ്ങനെയോ ഈ ആനയ്ക്ക് ഒരു മനസ്സലിവ് തോന്നി. ആന അവിടെ ഇരുന്ന് കിടന്നു, പൊടിയൊക്കെ തട്ടി. അങ്ങനെ തന്നെ ഒരു ഷോള് മാത്രം കൊടുത്തിട്ട് നിൽക്കുക. അങ്ങനെ തന്നെ ചോറ് വരെ കൊണ്ടിട്ടില്ല. നേരെ കൊണ്ടുപോയി ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുത്ത് തണുപ്പിച്ചു. നേരെ കൊണ്ടുപോയി തലയെക്കെട്ട് കെട്ടി പരിപാടി എടുത്തു. പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് മാരിയമ്മൻ പൂജ തത്തമംഗലം അങ്ങാടി വേലയ്ക്കൊക്കെ പോയിട്ട് കർണനാനയുടെ ഒപ്പത്തിനൊപ്പം ആന നിലവെന്ന് പറഞ്ഞത്. കർണൻ വേറൊരു രീതി, ശരണയ്യപ്പൻ വേറൊരു രീതി. അങ്ങനെ
ഒരു പരിപാടികളൊക്കെ ഒരു 10, 60, 65, 70 പരിപാടിയൊക്കെ അന്ന് ആ സമയത്ത് അത്രേ തന്നെ കിട്ടുള്ളൂ. ഇന്നത്തെ പോലെ 100, 150 പരിപാടിയൊന്നും അന്ന് കിട്ടില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയണത്. ഒരു ആനയെ കൊണ്ട് മാക്സിമം എടുപ്പിക്കാൻ പറ്റുന്ന പരിപാടി 100 പരിപാടിക്ക് താഴെയാണ്, എങ്ങനെ തലകുത്തി മറിഞ്ഞാലും. പിന്നെ ആൾക്കാർ പറയുമ്പോൾ ഇങ്ങനെ എണ്ണം കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും. അത് 60, 65, 70 പരിപാടി എടുത്തിട്ടുണ്ടാവും, നടന്നിട്ടും വണ്ടിക്കൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലാസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് വളപ്പായിൽ നമ്മുടെ ഗോപിമേനോൻ്റെ ഒരു പറമ്പെന്ന് പറഞ്ഞൊരു പറമ്പുണ്ട്. അത് ഇത് അവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് ഉള്ളിൽ കയറി പോയിട്ട് അവിടെയാണ് നീരിൽ ആനയെ കെട്ടുക. കുട്ടമ്പളത്തിന് അർജുന ആന അങ്ങനെ കുറേ കണ്ടമാന ആനകൾ 5, 8, 10 ആനകളൊക്കെ നിന്ന സമയങ്ങളുണ്ട് അവിടെ. അവിടെ കൊണ്ടുവന്ന ആനേനെ കയറ്റി നീരി കെട്ടി. നീരി കെട്ടണേക്ക് മുന്നേ ഞാൻ ഇങ്ങനെ പട്ടാമ്പിയിലെ പ്രമോദേട്ടൻ എന്നോട് പറഞ്ഞു ആനയെ കാണാനൊരു പാർട്ടി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു, മണികണ്ഠൻ ചേട്ടൻ. അപ്പം ഞങ്ങൾ ഗോപിമേനോൻ്റെ വീട്ടിൽ തന്നെ ആനയെ നിൽക്കണം. അല്ല മറ്റേ അവിടുത്തെ ആ പറമ്പിലേ നിൽക്കണേ, വളപ്പായിൽ. അവിടെ മുകളിൽ കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ട്, താഴെയുണ്ട് ഒരു പഴയ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയ പോലത്തെ ഒരു മന പോലത്തെ ഒരു വീട്. ആ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു ഓടിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. പണ്ട് പണിക്കാരെ കണ്ടൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വെപ്പം കൂടിയൊക്കെ വയ്ക്കിട്ടുള്ള ഒരു സ്ഥലം അവിടെ. അവിടെ കൊണ്ടുവന്ന് അവിടെ ഒരു മാവിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് കെട്ടി ഉറപ്പിച്ചു. ഞാൻ വെള്ളം കൊടുത്തിട്ട് വരുന്ന സമയത്താണ് ഇവർ വരുന്നത്. ഞാൻ വെള്ളം കൊടുത്തിട്ട് വരുമ്പോൾ ആനയുടെ മേത്തൊരു ഇട മാത്രമേ ഉള്ളൂ, ആനയുടെ മേത്ത്. ഗോപിമേനോൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് ഇത്ര ദൂരം നടന്ന് വരികയാണ്, ഒരു ഇട മാത്രം ആനയുടെ ദേഹത്തിട്ടിട്ട്. ഞാൻ വലിയ ആൾ പറയണമെന്നല്ല, അന്നത്തെ കാലത്ത് ആ ഒരു ഇട മാത്രം ഇട്ടിട്ട് ശരണയ്യപ്പനാനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആന. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ആനയെ കണ്ടു. ആന ഇങ്ങനെ വെള്ളം കൊടുത്ത് വരുമ്പോൾ മണികണ്ഠൻ ചേട്ടൻ ഇങ്ങനെ നിന്ന് നോക്കുക. പ്രമോദേട്ടനും കൊണ്ടുവന്ന് കയറ്റി നിർത്തി. പ്രമോദേട്ടൻ പറഞ്ഞു ബിനു ആനയെ ഞാൻ വാങ്ങിയിട്ടോ എന്ന് പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞു. ബിനു തന്നെ നിൽക്കൂലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആന കച്ചവടം ആവുമെന്നും ഈ ആന ഇന്ന പാർട്ടിക്ക് പോയിട്ടുണ്ടെന്നോ ഏകദേശമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ അനീഫക്കയുടെ അതിൽ അന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കൂട്ടോളിയുടെ ഇരിക്കുന്ന അനന്തനാനയാണ് അന്ന് അനീഫക്കയുടെ അതിൽ പാട്ടായിട്ട് ഇരിക്കുന്നത്. അപ്പം അനീഫക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആന കെട്ടി ഒഴിവായി കഴിഞ്ഞാൽ നമ്മുടെ ആന അഴിക്കില്ലേ എന്ന് ചോദിച്ചു. ആ അഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആന അഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞൊക്കെ വാക്കാല പറഞ്ഞൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കണതാ അനീഫക്കയുടെ അടുത്ത്. അങ്ങനെ ആനേനെ കെട്ടി വാറാക്കി കൊടുത്തു. അവർ പറഞ്ഞ സ്ഥലത്ത് കെട്ടി വാറാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഫക്കയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആനേനെ കെട്ടണു. പിറ്റേ ദിവസം അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ജോക്കർ ജിനീഷായിരുന്നു അന്ന് അനന്തനാനിക്ക് ഉണ്ടായിരുന്നത്. അവനോട് വന്നിട്ട് ആനേനെ കെട്ടാൻ പറഞ്ഞിട്ട് അവിടെ കെട്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ ആനയെ അഴിക്കുകയാണ് അവിടെ നിന്ന്. എന്നിട്ട് കുറ്റിക്കോട്ടനെ ഞാനും അസംബരം കൂടിയിട്ട് ഇവിടുത്തെ ഒരു ടീമായിട്ട് അങ്ങോട്ട് പോണേ. അവിടെ ചെന്നു. ആനന്ദനെ 4 പടം കൊടുത്ത് അയച്ചു. അപ്പോൾ തലേ ദിവസം വരെ ഇതിനെ കെട്ടിയിട്ട് പിറ്റേ ദിവസം അതിനെ അഴിക്കുകയാണ്. പക്ഷെ അന്ന് അങ്ങനെയാണ്, ഒരു ആനയെ കെട്ടി കഴിഞ്ഞാൽ കൂടി പോയ 3-4 ദിവസം അതിനുള്ളിൽ അടുത്ത ആന. അപ്പം എന്തായാലും ബാക്കി പുറകെ സമയത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പുറകെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ.